പൊന്നിൽ കുളിച്ചു നിന്നു ചന്ദ്രികാവസന്തം ഗന്ധർവഗായകൻ്റെ മന്ത്രവീണ പോലെ നിന്നെ കുറിച്ചു ഞാൻ പാടുമീ രാത്രിയിൽ ശ്രുതി ചേർന്നു മൗനം. അപ്പം ഞാൻ ഈ പൊന്നിൽ കുളിച്ച് നിന്ന് ചന്ദ്രിക വസന്തം അത് പാടാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ചില ആളുകൾ പറയും പോലീസുകാർക്ക് എന്താ ഈ വീട്ടിൽ കാര്യം, പിന്നെന്താണ് പൊന്നിരിക്കുന്നോടത്ത് പൂച്ചക്ക് എന്താ കാര്യം, ഇങ്ങനെയൊക്കെ പറയുന്ന ചില സംഗതികളുണ്ട്. അപ്പോൾ ഈ സംഗീത വേദിയിൽ, പാട്ടും പറച്ചിലും എന്ന ഈ വേദിയിൽ പ്രിയപ്പെട്ട അഫ്സൽ ഖാൻ, ഞങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്ത്, അതുപോലെ തന്നെ കുവൈറ്റിലെ പൗരാവലികളുടെ പ്രിയപ്പെട്ട സുഹൃത്ത്, നമ്മുടെ വെബ്ജിയോർ ടിവിയുടെ എല്ലാവരുടെയും വളരെ, നമ്മൾ ഇന്നത്തെ ന്യൂ ജനറേഷൻ ഭാഷയിലൊക്കെ പറഞ്ഞ ചങ്ക് എന്നൊക്കെ പറയുമല്ലോ ഇങ്ങനെ, അതായ പ്രിയപ്പെട്ട അഫ്സൽ ഖാൻ, അഫ്സൽ മലബാർ പാട്ടും പറച്ചിലും പരിപാടിയിലേക്ക് ഹാർദമായ സ്വാഗതം. താങ്ക് യു. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? അടിപൊളി, ഉഷാറായി പോകുന്നു. നമ്മൾ പിന്നെ ഏകദേശം ഒരു 10-15 വർഷങ്ങൾക്ക് മുമ്പേ കാണുന്ന സമയത്ത് ഉള്ള അതേപോലെ തന്നെ ഉണ്ടല്ലോ ഇപ്പോഴും. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കൈകാര്യം ചെയ്യുന്നുണ്ടോ? അതേപോലെ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നിഷേധിക്കേണ്ടി വരും. ഒരു മാറ്റമുണ്ട്, ചെറിയൊരു മാറ്റം, വൈറലേഷൻ ചാടിയിട്ടുണ്ട്. അല്ല, അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടേ. ഞാൻ 15-14 വർഷങ്ങൾക്ക് മുമ്പ് റാഫിയെ കാണുന്ന സമയത്ത് റാഫി ഞാനിപ്പോഴുള്ള അതേ അവസ്ഥയിലും ഞാൻ റാഫി ഇന്നുള്ള അവസ്ഥയിലുമായിരുന്നു. പക്ഷെ അതിപ്പോൾ തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമായി. മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു മാറ്റമില്ല എന്ന് പറയാം. അവിടെ ഉള്ളത് ഇവിടെയും, ഇവിടെ ഉള്ളത് അതെ, ആ ഒരു മാറ്റം. അപ്പോൾ പ്രിയപ്പെട്ടവരെ, അഫ്സൽ ഖാ എന്ന് ഞാൻ വിളിക്കുന്നത് പ്രായം കൊണ്ടല്ല കേട്ടോ, ബഹുമാനം കൊണ്ടാണ്. കാരണം എന്താ വെച്ചാൽ പിന്നെ ബഹുമാനിക്കേണ്ട വ്യക്തിത്വമാണ്. അതുമാത്രമല്ല, അഫ്സൽ ഖാനെ കുറിച്ചിട്ട് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ എനിക്ക് ആദ്യമായിട്ടുള്ള ഒരു ഓർമ്മ എന്ന് പറഞ്ഞാൽ, ഞാൻ അഫ്സൽ ഖാനെ ആദ്യമായിട്ട് കാണുന്ന സമയത്ത് എനിക്ക് അങ്ങനെ ദൂരെ നിന്ന് നടന്നിട്ട് ഇങ്ങനെ കാണുന്നത് ഒരു അനിൽ കപൂറിൻ്റെ ഒരു ഫിഗറാണ്. അതാണ് എൻ്റെ ഫസ്റ്റ് എൻ്റെ മനസ്സിൽ ഇങ്ങനെ വന്നൊരു സാധനം. അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ നല്ലൊരു സന്തോഷമാണ്. അല്ല തമാശല്ല, അങ്ങനെ അത് ഒരു എനിക്ക് ഫസ്റ്റായിട്ട് ഞാൻ കാണുമ്പം അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ രണ്ടാമത്തെ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പോലീസുകാർക്ക് എന്താ ഈ വീട്ടുകാരും, പൂച്ചക്ക് പൊന്നെടുക്കുന്നിടത്ത് കാര്യം എന്നൊക്കെ നേരത്തെ തമാശ പറഞ്ഞ ആണ്. പക്ഷേ യഥാർത്ഥമായിട്ടൊരു അഫ്സൽ ഖാൻ്റെ മനസ്സിലും ശരീരത്തിലും ശാരീരത്തിലും സംഗീതം ഒളിഞ്ഞല്ല, തെളിഞ്ഞ് തന്നെ കിടക്കുന്നുണ്ട്. അത് ചില ആളുകൾക്ക് മാത്രമേ അറിയുള്ളൂ. ഞാൻ ആദ്യമായിട്ട് കണ്ടെത്തിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോയെന്നറിയില്ല, ഏകദേശം ഒരു 10-13 വർഷം മുമ്പേ നമ്മൾ കെയ്ത്താൻ സ്കൂളിൽ വെച്ചിട്ട് ഒരു ഓർക്കസ്ട്രേൻ്റെ പ്രാക്ടീസ് നടക്കുകയാണ്. പ്രോഗ്രാം പരിപാടിയുടെ തലേ ദിവസം രാത്രി, പ്രോഗ്രാം പിറ്റേന്നാണ്. അപ്പോൾ ആരോ പറഞ്ഞു എന്നോട് ബിരിയാണി ഒക്കെ ഉണ്ട്, വരണം, കോഴിക്കോട് ബിരിയാണിയാന്ന് പറയുമ്പോൾ ഞാനവിടെ വന്നു. സംഭവം. യെസ്, അങ്ങനെ വന്നിട്ട് പിന്നെ വന്നു കഴിഞ്ഞാൽ എപ്പോഴും സഹൃദയനാണ്, കലാകാരന്മാരുടെ കൂട്ടുകാരനാണ്, പാട്ടുകാരുടെ കൂട്ടുകാരനാണ്. അഫ്സൽ ഭായ് എവിടെയാണോ നിൽക്കുന്നത്, അവിടെ എന്താണോ അതാണ് അഫ്സൽ ഭായ്. ഞാൻ മനസ്സിലാക്കി കൊടുത്തത് അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ചിലപ്പം എന്തെങ്കിലും സെമിനാറുകളായിരിക്കും, അല്ലെങ്കിൽ വേൾഡ് വൈഡായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചർച്ച ആയിരിക്കും. അപ്പം അങ്ങനെ ഒക്കെ ഉള്ളൊരു വ്യക്തിത്വമാണ്. അപ്പം ഞാൻ ആദ്യമായിട്ട് മനസ്സിലാക്കിയ ഈ സംഗീതപരമായിട്ട് മനസ്സിലാക്കിയ ഒരു കഥയാണ് ഞാൻ പറയുന്നത് വെച്ചാൽ, അപ്പം ഞാൻ പിന്നെ എല്ലാവരും ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. അവിടെ കീബോർഡും എല്ലാ സെറ്റപ്പും ഉണ്ട്. അതിൻ്റെ ഒരു വീക്ക്നെസ്സാണ്. എവിടെ കണ്ടാലും. അപ്പം ഞാൻ അവിടെ നിന്നിട്ട് ഞാൻ ഈ ലിറിക്സൊക്കെ എടുത്ത് വെച്ച്, കാരണം ആ പാട്ട് കുറേ കാലമായി പാടിയിട്ട് കൊണ്ടുവന്ന് രഹനത്തുണ്ടെന്ന് തോന്നുന്നുണ്ട്. രഹനത്താണോ എന്നൊരു സംശയമുണ്ട്. അതെ, എന്തായാലും തലേന്നാണ് ആ സാധനം അല്ലേ? അതെ. അപ്പം ഞാൻ ഇങ്ങനെ തിരിഞ്ഞ് നിൽക്കുകയാണ്. എൻ്റെ ബാക്കിലാണ് കീബോർഡ്, എൻ്റെ ബാക്കിൽ കീബോർഡുണ്ട്. ഞാനിങ്ങനെ തിരിഞ്ഞ് നിന്നിട്ട് ഞാൻ ഇങ്ങനെ വെറുതെ അവിടെ നിന്നിട്ട് ഇങ്ങനെ വെള്ളിയോടെ പേസിനാൽ சொன்ன பார்த்த ஞாபகம், வெள்ளியோட பேசினால் சொன்ன பார்த்த ஞாபகம், மேகம் ரெண்டும் சேர்கையில் மோகம் கொண்ட ஞாபகம், வாயில்லாமல் போனால்
வார்த்தை இல்லை பெண்ணே நீ இல்லாமல் போனார் வாழ்க்கை இல்லை கண்ணே മുള്ളോടുതാൻ മുത്തങ്ങളാൽ സൽ സൽ എന്ന ഈ സാധനം ഇങ്ങനെ വെറുതെ അപ്പോൾ ഈ വെള്ളിയോടെ പേസിനാൽ സ്വന്ന പാർത്ത ജ്ഞാപകം ഈ സാധനം പാടുന്ന സമയത്ത് അതിൻ്റെ കറക്റ്റ് സ്കെയിലിൽ കറക്റ്റായിട്ട് കോഡ്സ് വരികയാണ്. അപ്പോൾ ഞാൻ നോക്കുന്നില്ല, കാരണം എനിക്ക് തോന്നുന്നു അന്ന് ബഷീർ ഖാൻ കീബോർഡ് വായിക്കുന്നത് നമ്മൾ കൊയിലാണ്ടി ബഷീർ ഖാൻ. അപ്പം മിക്ക പ്രോഗ്രാമിനും ബഷീർ ഖാൻ ഉണ്ടാവാറ്. അങ്ങനെ ഒരു സമയമാണ് അദ്ദേഹമാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതിങ്ങനെ പാടിക്കൊണ്ടിരിക്കുകയാണ്. കറക്റ്റായിട്ട് ഈ കാതൽ റോജാവൊക്കെ അന്ന് ഭയങ്കര ഇതുള്ള പാട്ടാണ്. കറക്റ്റായിട്ട് പക്ഷേ വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴാണ് ഇത് അങ്ങനെ അന്ന് എന്തോ ഒരു പിഴവ് പറ്റിപ്പോയിട്ട് അങ്ങനെ പിഴവെന്നല്ല, ഞാൻ എന്നിട്ട് ബഷീർ ഞാൻ ബഷീർ ഖാൻ വിചാരിച്ചിട്ട് വീണു ചത്തു എന്ന് പറയാറില്ല. കറക്റ്റാണ്, നിങ്ങളെ ഗുരുവിനൊക്കെ എന്തായാലും ഇവിടെ പറയണം. അങ്ങനെ ഞാൻ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ഇദ്ദേഹമാണ് കറക്റ്റ് ശ്രുതി സ്കെയിൽ ചെയ്തിരുന്നത്. എനിക്ക് തോന്നുന്നത് സി മൈനറിലാണോ അല്ലേ? സി മൈനർ അല്ലേ? വെള്ളിയോടെ പേസിനാൽ. പിന്നെ ഒരു പ്രശ്നമുണ്ട്, എന്ത് സാധനം കിട്ടിയാലും ഞാൻ സി മൈനറിലേക്ക് കൊണ്ടുപോകും. അത് കാരണം എന്താ, എനിക്ക് ആകെ ഇതിലെ കൈ കുറച്ച് സ്പീഡിൽ ഫിംഗർ പോകുള്ളൂ. അതെ, അപ്പോൾ ഇപ്പൊ തന്നെ മനസ്സിലായാലും നിങ്ങൾക്ക് അഫ്സൽ ഖാൻ എന്ന വ്യക്തി എന്ന് പറഞ്ഞാൽ സംഗീതവുമായിട്ടും കലാകാരവുമായിട്ടും കൂടുതൽ ബന്ധപ്പെട്ട ഒരാളാണ്. എനിക്ക് തോന്നുന്നു നാട്ടിലുള്ള സമയത്ത് അഫ്സൽ ഖാൻ തന്നെ പറയും, നാട്ടിൽ ഈ നമ്മൾ ഗൾഫിലൊക്കെ വരുന്നതിന് മുമ്പേ നാട്ടിൽ കലാ സാംസ്കാരിക സംഘടനകളൊക്കെ ആയിട്ട് നടന്നിട്ടുള്ള പിന്നെ അങ്ങനെയൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷേ ലാലേട്ടൻ പറഞ്ഞ പോലെ ആയിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, പിന്നെ പഠിക്കണമെന്ന് ആഗ്രഹിച്ച് പലയിടത്തും ചെന്ന് നോക്കി. പക്ഷേ ഉസ്താദുമാരും അതൊക്കെ വലിയ 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 മാളങ്ങളിലായതുകൊണ്ട് നമ്മുടെ സമയം അതുകൊണ്ട് ശരിയല്ലാത്തത് കൊണ്ടും അതിലേക്ക് പോയില്ല. നമ്മൾ വേറെ ഒരു തൊഴിൽ മാർഗമായിട്ട് ഇങ്ങനെ വേറെ വഴിയിലൂടെയായി. പക്ഷേ മനസ്സിലുള്ള ആവേശം ഇങ്ങനെയൊക്കെ ഉണ്ട്. മനസ്സിൽ ആവേശം മാത്രമല്ല, നമ്മൾ ഇതിപ്പം നമ്മൾ വെക്കേഷൻ ടൈമാണ്, ഈ സമയത്താണ് നമ്മൾ കൂടുതൽ കൂടാറുള്ളത്. ബാച്ചിലർ പാർട്ടി ബാച്ചിലർ പാർട്ടികൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നമ്മൾ കൂടാറുണ്ട്. അദ്ദേഹത്തിന് ഇവിടെ ഒരു ഗുരു ഉണ്ട് അല്ലേ? താജുവിനെ മറന്നുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഇപ്പോഴും അദ്ദേഹം കീബോർഡും ഹാർമോണിയം പഠിക്കുന്നുണ്ട്. ഞങ്ങളെ സ്വകാര്യതയിൽ ഒരു 10-20 പാട്ടിനൊക്കെ വായിക്കാറുണ്ട്. അങ്ങനെ ഞാൻ ഇദ്ദേഹത്തോട് ഒരു പ്രാവശ്യം ചോദിച്ചു, റാഫി തന്നെ പാടണം എന്നാലേ അല്ല, ഞാനൊരു പ്രാവശ്യം ചോദിച്ചു, അഫ്സൽ ഖാൻ നമുക്ക് ഇങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്തുകൂടെ, ഒരു 1-2 മണിക്കൂർ നല്ലൊരു പ്രോഗ്രാം ചെയ്തുകൂടെ? അപ്പോൾ ഇങ്ങനെ ഇരിക്കാന്നൊക്കെ ആഗ്രഹമുണ്ട്, ഇപ്പോഴുണ്ട്. ഇരിക്കാന്നൊക്കെ കേട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും കുവൈറ്റിലെ നമ്മളെ കലാ ആസ്വാദകർ, സംഗീത പ്രേമികൾ തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരു വേദിയിൽ ഇദ്ദേഹത്തെ കാണാൻ സാധിക്കും എന്നുള്ളതാണ്. പിന്നെ എന്താണ് വിശേഷങ്ങളൊക്കെ? എന്താണ് വിശേഷങ്ങൾ പ്രത്യേകം പറയാനുള്ളത്? നമ്മുടെ ഇന്നത്തെ പാട്ടും പറച്ചിലും എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നി. പേര് പാട്ടും പറച്ചിലും കളിച്ചിരിയൊക്കെ ആയിട്ടെന്ന് ഒരു സായാഹ്നം എന്നുള്ളത്. നമ്മുടെ ഈ ചൂടുള്ള ദിവസങ്ങളിൽ വൈകുന്നേരം അല്പം ചൂട് മാറ്റാൻ പറ്റുന്ന ഒരു റിലാക്സ് മൂഡിലേക്ക് നമ്മുടെ പ്രേക്ഷകരെ കൊണ്ടുപോകുന്നതായിരിക്കും ഇതിലൂടെ നമ്മൾ ലക്ഷ്യമിടുന്നത്. ബിബ്ജിയോർ, അപ്പോൾ ബിബ്ജിയോറിന് പ്രത്യേകം നന്ദി പറയുന്നു ഈ ഒരു അവസരത്തിൽ ഇവിടെ ഇരിക്കാൻ ഒരു ഇരിപ്പിടം തന്നതിൽ. ഓക്കെ, പിന്നെ ആ വാക്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് പാട്ടും പറച്ചിലും. പാട്ടെന്ന് പറയുന്നത് ഒരു പക്ഷേ കവിയുടെ, ഗാനരചയിതാവിൻ്റെ അല്ലെ എഴുത്തുകാരൻ്റെ പറച്ചിലാണ്. ആ പറച്ചിൽ അവർ വരികളിലാക്കി തന്ന് അതിൽ തന്നെ ഒരു പക്ഷേ എഴുതുന്നവരാരും പാടുന്നുണ്ടാവില്ല, പിന്നെ പാടുന്നവരായിരിക്കില്ല ഒരു പക്ഷെ അതിന് എന്താണ് പറയുക, ആ സംഗീതം നൽകുന്നത്, അതിൻ്റെ ഈണങ്ങൾ നൽകുന്നത്. അതൊരു താളാത്മകതയിൽ കൊണ്ടുവന്ന് ലയിപ്പിച്ച് അതിൻ്റെ ഭാവം നൽകി നിങ്ങളെപ്പോലുള്ളവർ, മറ്റു പാട്ടുകാർ എല്ലാം അത് പാട്ടായി മാറിയ ഒരു സൃഷ്ടിയായിട്ട് ജനങ്ങളിലേക്ക്, കേൾക്കുന്നവരിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ ഒരു വികാരമുണ്ട്. അത് പ്രണയമാവാം, ഒരു പക്ഷേ വിരഹമാവാം, ചിലപ്പോൾ ഒരു പക്ഷേ നമ്മുടെ എന്താണ് പറയുക ദേശപ്രകടനമാവാം. നമുക്ക് കേട്ടിട്ടുണ്ട് വിപ്ലവഗാനങ്ങളൊക്കെ, രാഷ്ട്രീയത്തിൽ വരെ ഒരുപാട് ചലനങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന പാട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ കേരളത്തിലുണ്ടായ ഇപ്പം നമുക്ക് ഈ നാടകഗാനങ്ങളെക്കുറിച്ച് നമുക്ക് മറന്നുകൊണ്ട് മലയാള ഗാന ശാഖ മുന്നോട്ട് പോകും. KPAC എന്നുള്ള വാക്ക് ഇന്നാരും കേൾക്കുന്നില്ല, പക്ഷേ നമ്മുടെ തലമുറയിലുള്ളവർ അതിന് മുമ്പുള്ളവരൊക്കെ
അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു. തീർച്ചയായിട്ടും അന്ന് രാഷ്ട്രീയത്തിൽ ഒരു പക്ഷേ എതിർ കക്ഷിയാണെങ്കിൽ കൂടെ നമ്മളിത് ആസ്വദിക്കും. അതെ തീർച്ചയായിട്ടും ഇപ്പോഴും എടുത്തു പറയേണ്ടതാണ് നമ്മുടെ അശ്വമേധം, നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കിയൊക്കെ തുടങ്ങിയതിലൊക്കെ ഉള്ള പിന്നെ ചില്ലുമേടയിലിരുന്നെ ചില്ലുമേടയിലിരുന്നെ തലയ്ക്കു മീതെ ശൂന്യാകാശം ശൂന്യാകാശം താഴെ മരുഭൂമി തപസ്സു ചെയ്യും വീഴാമ്പൽ ഞാൻ ദാഹജലം തരുമോ. വേണം, അത്രക്ക് ചൂടാണ്. ദാഹജലം തരുമോ? ദാഹജലം തരുമോ. നമുക്കൊരു കോൾ ഉണ്ട്. ഓ തീർച്ചയായിട്ടും. ആരോ ഇങ്ങനെ ഇങ്ങനെ ഒരുപാട് ആളുകൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മളെ ഈ ലൈവ് ഇതാ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പം നമ്മളെ FBയിലും ഇൻസ്റ്റയിലും ഒക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ നമ്പറുണ്ട്, വിളിക്കേണ്ട ആളുകൾക്ക് വിളിക്കാം, പാടേണ്ട ആളുകൾക്ക് നമ്മളെ കൂടെ പാടാം അല്ലേ. ഓ പാടാനുള്ള അവസരം കൂടെ ഇവിടെ ഉണ്ട്. അതെ. അപ്പം പിന്നെ നേരത്തെ പറഞ്ഞ പോലെ പിന്നെ എന്താ പറയുക, ഇങ്ങനെ മുട്ടിച്ച് വിളിക്കുമ്പോൾ പ്രശ്നമാണ്, ആർക്കും കിട്ടണ്ടാവും. അപ്പോൾ അതുകൊണ്ട് കിട്ടട്ടെ, ഉപയോഗപ്പെടുത്തട്ടെ. അതെ. അപ്പോൾ ഫാസിൽ ആണെന്ന് തോന്നുന്നു ലൈനിൽ. ഷഫാസ്ക, ഓക്കെ, ഷഫാസ്കയാണ് ലൈനിലുള്ളത്. ഓക്കെ, നമുക്ക് കണക്ട് ചെയ്യാം. ഷഫാസ്ക, ഹലോ. യെസ് ഷഫാസ്ക, പാട്ടും പറച്ചിലും എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. വാലേക്കും സലാം. നമസ്കാരം. നമ്മളെ പ്രിയപ്പെട്ട അഫ്സൽ ഖാൻ മലബാർ, അദ്ദേഹമാണ് ഇന്ന് നമ്മുടെ ഗസ്റ്റ് ആയിട്ടുള്ളത്. ഷഫാസിന്റെ പ്രിയ സുഹൃത്താണ്. തുടക്കത്തിലല്ലേ എന്ന് വെച്ചാൽ കുവൈത്തിൽ ഞങ്ങൾ ഒരേപോലെ തുടങ്ങിയ ആളുകൾ, അവിടെ ഒരു സമയത്ത് തുടങ്ങിയവരാ. ഒരു സമയത്ത് തുടങ്ങിയവരാ. അപ്പോൾ ആ ഒരു ബന്ധം കൂടെ ഉണ്ട്. പിന്നെ അതെ, നമ്മളെ കുടുംബവും തമ്മിൽ വളരെ അടുത്ത ഇടപഴകലുണ്ട്. സന്തോഷാണ്. ഷഫാസിനെ പോലെ ഒരു സുഹൃത്തിനോടെ കുവൈത്തില് നമ്മുടെ ഫ്രണ്ടാന്ന് പറയുന്നതിൽ നമുക്കൊരു അഭിമാനമുണ്ട്. മതിയില്ലേ, ഇത്ര പോരെ? ഇതിന്റെ അപ്പുറത്തേക്ക് ഇനി എന്താ വേണ്ടത്? ഷഫാസിന് വേണമെങ്കിൽ നമുക്ക് നല്ലൊരു പാട്ട് കൊടുക്കട്ടോ. സുഹൃത്ത് മാത്രല്ല, സഹോദരനെ പോലെ. ഷഫാസ്ക കുറച്ചും കൂടി ഒന്ന് സൗണ്ടിൽ സംസാരിച്ചോളി. ഓക്കെ. ഈ പാട്ടും ചിരിയും എന്നുള്ള പ്രോഗ്രാമില് അഫ്സലിനെ കണ്ടപ്പോ എനിക്ക് ആദ്യം തോന്നിയത്, പണ്ട് ഞാനും ഫാമിലിയും ഇസ്ബേലയില് അഫ്സല് ഫാമിലി താമസിക്കുമ്പോൾ ഞങ്ങൾ പോയിരുന്നു. അവിടെ ചെന്നപ്പോഴാണ് അന്ന് എനിക്ക് തോന്നുന്നു അത് വില്ലായിരുന്നു തോന്നുന്നു, ബേസ്മെന്റിലായിരുന്നു അഫ്സല് താമസിച്ചിരുന്നത്. അപ്പൊ അഫ്സലിന്റെ ബ്രദറും ഉണ്ട്, സുനീർ ഖാനും. ഞങ്ങൾ ഉച്ചക്ക് ലഞ്ചിനാ പോയത്. ഞാൻ ചെന്നപ്പോ ഒരു വീടാണോ അതോ ഒരു തിയേറ്റർ ആണോ എന്ന് പോലും ഞങ്ങൾ സംശയിച്ചു പോയി. കാരണം അവിടെ ഫുള്ള് പാട്ടും സെറ്റും ഉണ്ട്, സൗണ്ട് സിസ്റ്റം, ഭക്ഷണം കഴിക്കാൻ പാട്ട്. ഞാൻ നോക്കുമ്പോ അഫ്സല് ഇറങ്ങി തുടങ്ങി പാട്ട്, ഒരു വശത്ത്. അനിയന് അത്യാവശ്യം പാട്ട് പാടും, ഞാൻ പാട്ട് ആസ്വദിക്കും. അല്ല, എന്തായാലും നമ്മുടെ ഷോ കഴിയുന്നതിന് മുമ്പ് 2 പാട്ട് നമുക്ക് പാടിക്കാം. അതെ, ഷഫാസിനെ കൊണ്ട് 2 പാട്ട് നമുക്ക് പാടിക്കാം. ഷഫാസിനെ കൊണ്ട് നമുക്ക് പാടിക്കാം. ഇൻഷാ അല്ലാഹ് നമുക്കത് പിന്നെ പാടാം. ഏതായാലും ഈ പ്രോഗ്രാം നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട്. മുന്നോട്ട് പോകണം, എന്നെ കൊണ്ട് പാടിപ്പിക്കരുത്. അല്ല, തീർച്ചയായിട്ടും നമ്മളെ പ്രോഗ്രാം ഇതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ എല്ലാ വീക്കിലും നമ്മൾ എല്ലാവരും കാണുന്ന ഒരു പ്രോഗ്രാമാണ് വീക്കെൻഡ്. തൊട്ട് ദിവസം മുമ്പുള്ള പ്രോഗ്രാം ആണല്ലോ. അപ്പൊ അതുകൊണ്ട് പിന്നെ ഈ പ്രോഗ്രാം നന്നാവുന്നു, അത് ഇഷ്ടപ്പെടുന്നു എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം. അതെ, ആൾക്കാരെ മനസ്സിലേക്ക് കയറി തുടങ്ങിയല്ലേ, അതാണ് ഏറ്റവും വലുത്. അതെ, അപ്പൊ നിങ്ങളുടെ ഉത്തേജനമാണ് നമ്മളെ പരിപാടിന്റെ വിജയം എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നമ്മളെ കുവൈറ്റിലെ ഒരുപാട് മുഖങ്ങളെ നമുക്ക് ഈ വേദിയിൽ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ നമ്മൾക്ക് ഒരുപാട് ആളുകൾ അറിയാം, പക്ഷെ അവരെന്താണ് ഏതാണെന്നൊന്നും അറിയാൻ പറ്റില്ല. ഇപ്പോൾ ഇന്ന് അഫ്സൽ ഖാൻ എന്ന് പറഞ്ഞ വ്യക്തി സംഗീതവുമായിട്ട് കലാപരമായിട്ട് എന്താണ് എന്നുള്ളതാണ് ജനങ്ങൾ മനസ്സിലാക്കുന്നത്. അതാണ് ആദ്യം പറഞ്ഞത്. നിങ്ങൾ പാട്ട് പാടിയപ്പോ തന്നെ മനസ്സിൽ പൊന്നിൽ കുളിച്ച് തന്നെയാണ് മൂപ്പര് വന്നേക്കണത്. അപ്പൊ നല്ല രീതിയിൽ തന്നെ മൂപ്പര് പാടിക്കോളും. ഓക്കെ. അപ്പൊ പിന്നെ ഷഫാസ് ഭായി ഇവിടുത്തെ ലുലു എക്സ്ചേഞ്ചിന്റെ ഹെഡാണ്. അത് പിന്നെ അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. എക്സ്ചേഞ്ചിന്റെ ഹെഡ് വെച്ചാല് ഈ പൊന്ന് ഒക്കെ കിട്ടണമെങ്കിൽ ഈ സാധനം വേണോ, പൈസ. നമ്മളൊരു ഡിനാർ. അതെ. അപ്പൊ പ്രിയപ്പെട്ട നമ്മളെ പ്രേക്ഷകർക്ക് വേണ്ടി പറയാണ്, ഷഫാസ് ഖാൻ ഇപ്പം വിളിച്ച ഷഫാസ് അഹമ്മദ്, അദ്ദേഹം എന്ന് പറഞ്ഞാൽ ലുലുവിന്റെ എക്സ്ചേഞ്ചിന്റെ മെയിൻ ഹെഡാണ്. അതെ.
അതെ അതെ, പരിചയപ്പെടുത്തല്ലോ മെയിൻ ആളുകൾക്ക്. ആയിട്ട്. ആ. ഇൻഷാ അല്ലാ, അപ്പൊ അദ്ദേഹത്തിന്റെ ഇൻഷാ അല്ലാ. മുഖമൊക്കെ ഒന്ന് ഓർമ്മ വെക്കുക. എന്താവശ്യത്തിന് അതെ അതെ, അതെ ആ, എന്താവശ്യത്തിന് നമ്മൾ റെഡിയാണ്. ഇൻഷാ തീർച്ചയായിട്ടും അല്ലാ, എന്ത് ആവശ്യങ്ങൾക്കും വേണ്ടി റെഡിയാണ് എന്നുള്ളതാണ്. ഇൻഷാ അല്ലാ. അപ്പൊ എന്നാ ഇൻഷാ അല്ലാ ഏതായാലും നല്ല രീതിയിൽ തന്നെ നടക്കട്ടെ. വീണ്ടും സന്ധിക്കും വിഷ് ഓൾ ദ വരയ്ക്കും ബെസ്റ്റ്. വണക്കം. അസ്സലാമു അലൈക്കും. താങ്ക് യു. വലൈക്കും സലാം. ഷഫാസിന് വേണ്ടിയിട്ട് നമുക്കൊരു പാട്ട് റാഫി പാടിക്കൊട്. ഏതാണ്? നമുക്ക് പിന്നെ വേണമെങ്കിൽ നമുക്ക് ഉമ്പായിക്കിന്റെ സാധനം നമുക്ക് കൊണ്ട് ഇപ്പൊ റാഫി ഞാൻ വന്ന സമയത്ത് ഭയങ്കര അടിച്ചുപൊളി പാട്ടുകൾ അതെ, ഇപ്പോഴും ഓർമ്മയുണ്ട്. മറ്റേ നമ്മളെ ഏത് തട്ടുപൊളി പ്രോഗ്രാം വേദി പൊളിക്കല്, ചാടല്, മറ്റേ പറച്ചിലൊക്കെ കളരിയൊക്കെ മംഗളങ്ങൾ വാരിക്കോരി അതൊരു സ്ഥിര സാധനമായിരുന്നു. പിന്നെ ഇപ്പം കുറച്ചും കൂടെ സെലക്റ്റീവായിട്ട് വന്നിട്ടുണ്ട്. അതെ അതെ അതെ. ഒരു പക്ഷേ ഞാനും ഇടക്കാലത്ത് റാഫിയായിട്ട് ഞാൻ പല പാട്ടുകളും കേൾക്കുമ്പോൾ റാഫിയായിട്ട് ഷെയർ ചെയ്തു, അത് അതെ, നീ ഇത് പാടണം അല്ലേ, ഓർമ്മയുണ്ടോന്ന് അതെ അറിയില്ല, അതെ അതെ. ഇത് പാടണം. കാരണം ഞാൻ ഇഷ്ടപ്പെടുന്ന പാട്ടുകൾ ഒരു പക്ഷേ ജനങ്ങൾ അത് ഇഷ്ടപ്പെടുന്നവരുണ്ടായിരിക്കാന്ന് കരുതിയിട്ടാണ് ഞാൻ പറഞ്ഞത്. അതെ, അതെ. അതിൽ പല പാട്ടുകളും റാഫി പാടി പിന്നീട് ആ ഒരു ലൈൻ തന്നെ ഇങ്ങനെ പോകുന്നുണ്ട്. ഒരു മാറ്റം ഉണ്ടായി. എൻ്റെ പാട്ടിൻ്റെ എനിക്ക് എന്തോ അല്ല, ലൈഫിൻ്റെ സാഹചര്യങ്ങൾ കൊണ്ട് എന്തോന്നല്ല, ശോകങ്ങളോട് ഇഷ്ടമാണ്. അല്പം നല്ല ധാരാളം ഇഷ്ടമാണ്. അതെ. ഒരു സമയത്ത് നമ്മൾ കമിഴ്ന്ന് കടന്ന് പാട്ട് കേൾക്കുക എന്ന് പറയുന്നില്ല, അതെ അതെ. വേറെ ഒന്നും ചിന്തിക്കാതെ അങ്ങനത്തെ ഒരു സമയം കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ ശോകങ്ങൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് കേട്ടിരുന്ന ഒരു കാലം, അല്ലെങ്കിൽ സ്ലോ പാട്ടുകൾ കേൾക്കുക, പങ്കജ് ദാസിന്റെ ഗസലുകൾ കേൾക്കുക, പിന്നീട് വന്നിട്ട് അതിൽ കവാലിയിൽ കേൾക്കുക. എനിക്ക് കൂടുതൽ ഇങ്ങനെ പറയാനൊന്നും കഴിയില്ലെങ്കിലും ഈ ഇതിൻ്റെ ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ പറ്റില്ലെങ്കിലും ജനറലി ഉള്ള വാക്കുകളൊക്കെ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അതിൽ പിന്നെ ഓരോ പാട്ടിലും ഓരോ എന്താണ് പറയുക അനുഭൂതിയാണ്. അതെ അതെ, ഒരു അനുഭൂതിയാണ്. ഇപ്പം ഉമ്പായിക്ക പിന്നെ എൻ്റെ ഫസ്റ്റിലെ എനിക്ക് തോന്നുന്നത് ഓഡിയോ കാസറ്റാണ്. അതിൽ പ്രണാമം എന്നാണ് ഫസ്റ്റ്, ഇല്ല പ്രണാമത്തിൽ എത്ര പാട്ടുണ്ടോ അതിൻ്റെ ഓരോ പാട്ടുകളും ഹിറ്റ് ആണ്, ഒന്നിനൊന്ന് മെച്ചമാണ്. ആ പാട്ടുകൾ എങ്ങനെ എവിടെ നിന്ന് അതിൻ്റെ എന്താണ് പറയാ, നമ്മളെന്തായാലും പറയുന്ന സംഗീതത്തിൽ വരുന്ന ഓരോ ഉപകരണങ്ങളുടെയും ശബ്ദം എവിടെ വീഴുന്നു എന്ന് എൻ്റെ മനസ്സിൽ ഹൃദയസ്ഥ. കാരണം എന്താണെന്നറിയോ, പ്രണയിനി മധുമോഹിനി നീ എവിടെ, പ്രണയിനി നീ എവിടെ, എത്ര സുധാമയമീ, എത്ര സുധാം പരമീ, നിന്നാഗാനം അത്രമേൽ വേദനയേകിയെന്നിൽ, ജന്മങ്ങളേറെ തപസിരുന്നാൽ പോലും ആവില്ല നിൻ ശ്രുതി മീട്ടിടുവാൻ. സുനയനെ സുനയനെ സുമുഖി സുമവതനേ സഖി. പ്രിയപ്പെട്ടവരെ, നമുക്കൊരു ഗസ്റ്റ് ഉണ്ട്. ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ വെറും ഗസ്റ്റ് അല്ല, ഇവിടുത്തെ പുലി. അതൊക്കെ ഞാനൊക്കെ തിരഞ്ഞെടുക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. ലൈനിലുണ്ടോ? അതെ, നമ്മളെ പാട്ടും പറച്ചിലും എന്ന പരിപാടിയിലേക്ക് പ്രിയപ്പെട്ട വാലേക്കും സ്ലാം അയ്യൂക്ക്, എന്തൊക്കെ വിശേഷം? വാലേക്കും സ്ലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ വീക്കെൻഡിൽ നിങ്ങളെ കണ്ടില്ലല്ലോ, നിങ്ങൾ എവിടെയും കിട്ടിയില്ല. നിങ്ങൾ ഇങ്ങനെ ഇപ്പൊ അല്പസമയം നിങ്ങൾ കുവൈത്തിൽ നിൽക്കി, നിങ്ങൾ ഓടി നടക്കല്ലേ, ഇവിടുത്തെ ചൂടൊക്കെ ആസ്വദിക്കണ്ടേ? പിന്നെ ഏതായാലും അഫ്സൽ ഖാന്ന് ഞാൻ വിളിക്കില്ല, എന്താ വെച്ചാൽ എന്നെക്കാട്ടും പ്രായം കുറവാണെങ്കിലും പിന്നെ പക്വതുകൊണ്ട് അഫ്സൽ ഖാൻ കേട്ടതിൽ വളരെ സന്തോഷം. സത്യമല്ലെങ്കിൽ നമുക്ക് കുറെ ആൾക്കാർക്ക് ബഹുമാനമുള്ള ഒരു മനുഷ്യനാണ്. താങ്ക് യു. ഒരു 10-15 കൊല്ലായിട്ട് നല്ല ബന്ധാണ്. അപ്പൊ ഞാൻ വിചാരിച്ച എന്താ വെച്ചാൽ സ്വർണത്തിന്റെ ഒരു ഹൃദയം നല്ല ഉറപ്പുള്ള ഒരു ഹൃദയമാ. പിന്നെ മനസ്സിലാക്കിയത് ഈ സ്വർണത്തിന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഒരു കലാകാരനുണ്ട് എന്നുള്ള ഈ അടുത്താ മനസ്സിലായത്, വൈകിപ്പോയി. ഏതായാലും വെബ്ജിയോർ TV ഇങ്ങനെയുള്ള പിന്നെ പ്രായമുള്ള കലാകാരന്മാരെ പിന്നെ പരിചയപ്പെടുത്തുന്ന ഈ പരിപാടിയിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. മാറ്റി പറഞ്ഞൂടെ അയ്യൂക്ക, വാക്കുകളൊന്ന് മാറ്റി പറഞ്ഞൂടെ നിങ്ങൾക്ക്? പ്രായമുള്ള ആൾക്കാരെ ആദരിക്കാന്നുള്ള ഞാൻ പറഞ്ഞില്ല, എന്നെക്കാട്ടി ചെറുതാണ്, പക്ഷെ നിങ്ങള് പക്വതുകൊണ്ട് പ്രായമുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെ ആദരിക്കുന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഞാന് അഫ്സൽക്കായിട്ട് ഏറ്റവും അടുത്ത ബന്ധമുള്ള ആളാണ്.
അഫ്സൽ ഖാന്റെ രസം എന്താന്ന് വെച്ചാൽ ഏത് സ്റ്റേജിൽ പോയി കഴിഞ്ഞാലും ഏത് പരിപാടിക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ അടുത്തിരിക്കും. എനിക്കിഷ്ടം നോർത്ത് ഇന്ത്യനും പിന്നെ നോർത്ത് ഇന്ത്യൻ ക്ലാസിക്, പിന്നെ അത് കൂടാതെ ഗസലും ഭജനും ഒക്കെ എനിക്ക് ഇഷ്ടം. പക്ഷെ അഫ്സൽ ഖാന്റെ കൂടെ കൂടിയിട്ട് ഞാൻ എന്താക്കിന്ന് പറഞ്ഞാല് ശരിക്കും എല്ലാ പരിപാടിക്കും പോയിട്ട് നമ്മളെ നാട്ടിലെ എല്ലാ പാട്ടുകളും ആസ്വദിക്കുന്ന രീതിയിലേക്ക് അഫ്സൽ ഖാക്ക് എന്നെ മാറ്റാൻ പറ്റിയിട്ടുണ്ട്. ആ രീതിയിൽ അഫ്സൽ ഖാ ഗുരുവാ. അയ്യൂക്കൻ്റെ കുറേ ലൈൻ സാധനമുണ്ട് കേട്ടോ. അതിലൊരു വാക്ക് പിന്നെ അത് രണ്ടാമത് ഷഹബാസമനാണ് എടുത്ത് രണ്ടാമത് പാടി ഫേമസ് ആക്കിയെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ എന്തെന്നറിയോ, കുറ്റപ്പെടുത്തുവാനില്ലതിൽ നാം എല്ലാം എത്രയായാലും മനുഷ്യരല്ലേ. ഓർമ്മയുണ്ടോ അയ്യൂക്കയ്ക്ക്? എന്താണ് ഏകാന്ത കാമുക നിന്റെ ഏകാന്ത കാമുക പറ്റിട്ട് പിന്നെ ഞാൻ പറയുന്നതാ, ഏകാന്ത കാമുക. പിന്നെ അതന്നെ എന്താ സാറിന് വെച്ചാൽ മൂപ്പർക്ക് പിന്നെ എന്താ വെച്ചാ ഫുൾ ടൈം ഭാര്യയായിട്ടുള്ള സ്നേഹവും ഭാര്യയായിട്ടുള്ള ഫോണുകളൊക്കെയാണ്. അതുകൊണ്ട് ഏതാകാന്ത കാമം എല്ലാത്തിനും സമയം കൊടുക്കണം എന്നാണ്. അതിൻ്റെതായ ഇടങ്ങളും തലങ്ങളും എന്തോ ഒരു മാനസിക വിഷമുണ്ട്, ഏതോ ഒരു നഷ്ടബോധമുണ്ട്, നഷ്ടപ്പെടലുണ്ട്. അല്ല, നഷ്ടപ്പെടൽ ഒന്നുമില്ല, എല്ലാ നേടലുകൾ മാത്രമേ ഉള്ളൂ. ഇപ്പം ഇതിൽ നല്ലൊരു വാക്കാണ് നമുക്ക് നമ്മളെ പ്രേക്ഷകരോടുകൂടെ പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറ്റപ്പെടുത്തുവാനില്ലതിൽ നാം എല്ലാം എത്രയായാലും മനുഷ്യരല്ലേ. നമ്മൾ മനുഷ്യർ ചെറിയ ആൾക്കാരാണ്, ഒന്നുമല്ല. നമ്മളെന്തിനാ പരസ്പരം ഇങ്ങനെ പോരടിച്ച് നടക്കുന്നത് എന്നുള്ള ഒരു സന്ദേശമാണ് ആ പാട്ടിലൂടെ വരുന്നത്, അല്ലേ അയ്യൂക്ക? അതല്ല ഉദ്ദേശിച്ചത്. പിന്നെ ഏതായാലും ഈ കലാകാരന് എല്ലാവിധ ഭാവങ്ങളും നമ്മള് നിങ്ങളെ കൂടെ പോലെ ഉറച്ചുണ്ടാക്കും. പക്ഷെ ഞാന് പിന്നെ ഒരു ഡെഫിനിഷൻ കൂടി പറഞ്ഞ എന്നെ തല്ലും. അഫ്സൽ ഖാനെ പറ്റി പറയലെന്ന് വെച്ചാൽ സത്യസന്ധനായ ഒരു കള്ളനാണ്. നമുക്ക് വേറൊരു സദസ്സിൽ നമുക്ക് കുറെ ഡിബേറ്റ് ഉള്ള രണ്ട് വരി ഷായരി പറഞ്ഞിട്ട്. അതെ അതെ, നിങ്ങൾ ഉറുദുവിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട്. ഏതായാലും പിന്നെ എനിക്കറിയുന്ന ഒരു ഇഷ്ടപ്പെട്ട വരി ഇതാണ്, മർനേക്ക് ബാദ് മേ ആങ്കേ ഖുലി രഹി ആദത് പടി ഹുയി സീന ഇന്തിസാർ. അപ്പൊ എന്താ കണ്ണ് തുറന്നിരിക്കും, പിന്നെ ജീവിച്ചിരിക്കുന്നവരെ കാത്തിരുന്ന് ശീലായി പോയി. അത് പിന്നെ നമ്മളെ റഫീഖാമ്മന്റെ ആ ഒരു പാട്ടുണ്ടല്ലോ, മരണം എത്തുന്ന നേരത്ത്, അതിന്റെ ആ വരികൾ ഇങ്ങനെ പിന്നിലേക്ക് പോകുമ്പോൾ എത്ര രസകരമാണെന്നോ. ഇതുപോലെയുള്ള കാര്യങ്ങളാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിന്നെ കണ്ടുകൊണ്ടാണ് എൻ്റെ കണ്ണടയുന്നത്, അവസാനത്തെ കാഴ്ച നീ ആയിരിക്കണം, അവസാനത്തെ ശ്വാസം അല്ലേ. എനിക്ക് അയ്യൂബ്ക്ക് വേണ്ടിയിട്ട് നീ എൻ്റെ അരികിൽ ഇത്തിരി നേരം ഇരിക്കണേ, മരണമെത്തുന്ന നേരത്ത് നീ എൻ്റെ അരികിൽ ഇത്തിരി നേരം ഇരിക്കണേ, കനലുകൾ കോരി മരവിച്ച വിരലുകൾ ഒടുവിൽ നിന്നെ തലോടി ശമിക്കുവാൻ, ഒടുവിലായകത്തേക്കെടുക്കും ശ്വാസക്കണികയിൽ നിന്റെ ഗന്ധമുണ്ടായി. പറഞ്ഞോളൂ അയ്യൂക്ക. ഏതായാലും അഫ്സൽ ഖാക്ക് എല്ലാവിധ ആശംസകളും. അഫ്സൽ ഖാ ഇനിയും പറയാണ്, എന്നെക്കാട്ടും വളരെ ചെറുതാണ്, മനസ്സിലായില്ലേ? അല്ല പിന്നെ അയ്യൂബ്ക്ക ഇപ്പൊ ലാസ്റ്റ് നിങ്ങളെ കാണാൻ തുടങ്ങിയ സമയത്തില്ല, ഇപ്പൊ ലാസ്റ്റ് റീസെന്റ് നിങ്ങൾ സൽമാൻ ഖാന്റെ കട്ടായിട്ട് വരുന്നുണ്ട്. അല്ല തമാശല്ല, കാര്യമായിട്ട് എന്തൊക്കെ ചെയ്യണ്ട്. അല്ല അഫ്സല്, ഏതായാലും അഫ്സലിനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ആ കീബോർഡ് പഠിക്കാൻ എടുക്കുന്ന സമയം കണ്ടെത്തുന്നതും അതിനായിട്ട് പിന്നെ ഡെഡിക്കേഷനുള്ള ഭയങ്കര ഒരു സംഭവം തന്നെയാണ്. എൻ്റെ ജീവിതത്തിൽ എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും നടന്നിട്ടുണ്ട്, ഒരാഗ്രഹം നടക്കാതെ പോയിട്ടുള്ള ഒരു തബലിസ്റ്റ് ആണെന്ന്. സത്യം പറഞ്ഞ ഈ സാധനം എൻ്റെ മനസ്സിലുണ്ട് കേട്ടോ, നടന്നിട്ടില്ല, ഒരു തബലിസ്റ്റ് ആവാന്നല്ലേ. അപ്പൊ എന്തായാലും അയ്യൂബ്ക്ക നമ്മളെ ഇപ്രാവശ്യത്തെ ബാച്ചിലർ പാർട്ടിയിൽ 1-2-3 പാർട്ടിയിൽ ഞാൻ ഒരിക്കലും മിസ്സാവില്ല. ജൂലൈ 1 മുതൽ തുടങ്ങുന്നതാണ് നമ്മുടെ ഈ വർഷത്തെ പരിപാടികൾ. ഒരു കാര്യം ചെയ്യണം,
അല്ല ഏതായാലും അഫ്സൽ ഖാന്റെ ഒരു അരങ്ങേറ്റം നമുക്ക് എന്തായാലും കുവൈത്തിൽ തീർച്ചയായിട്ടും നടത്തണം. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ആയിക്കോട്ടെ. അപ്പൊ ഈ അതിന് ബിസിനസിന്റെ ഒക്കെ തിരക്കിലും നേരത്തെടുക്ക് ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ചാൽ മലബാർ ഗോൾഡും ഗ്രാൻഡും സ്പോൺസർ ചെയ്യാം. കണ്ടോ മതി. ഞാൻ കേട്ടില്ല എന്താ പറഞ്ഞത്. അതുവെച്ചാൽ നമ്മൾ ഈ പാട്ടും പറച്ചിലും എന്ന പരിപാടിന്റെ ഒരു 1 year ആഘോഷം ആ, അത് നല്ലൊരു വളരെ നല്ലൊരു അപ്പൊ അന്ന് നിങ്ങൾ അരങ്ങേറ്റം രസമാക്കണം. അത് കീബോർഡ് ഒരു 4 യാനിയൊക്കെ നിൽക്കുന്ന പോലെ 4 കീബോർഡൊക്കെ വെച്ചിട്ട് അതിന്റെ മുമ്പിൽ. ഓക്കെ, താങ്ക് യു അയ്യൂബ് ഖാൻ. Okay, താങ്ക് യു. താങ്ക് യു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ പ്രിയപ്പെട്ട അയ്യൂബ് ഖാൻ, ഈ ഇത്രയും തിരക്കിൻ്റെ ഇടയിലും അതുപോലെ തന്നെ എന്താ പറയുക, ഈ സമയം എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലായിട്ടില്ല ആൾ ഇവിടെ ഉണ്ടോന്ന് തന്നെ. എനിക്ക് വെളിയിൽ നിന്നാണോ എവിടെ നിന്നാണോ എന്തായാലും അദ്ദേഹം വിളിച്ചു. അത് നമ്മുടെ പിന്നെ അഫ്സൽ ആള് ഒരുപാട് കലാകാരന്മാരെ ഇഷ്ടപ്പെടുന്ന ആളാണ്. അങ്ങനെ അപ്ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് അതെ 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 തീർച്ചയായിട്ടും പരമാവധി ശ്രമിക്കുന്ന അതെ 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 അത് എല്ലാ രീതിയിലും അത് എനിക്കറിയാം. സാമ്പത്തികപരമായിട്ടായാലും പിന്നെ എന്താണെങ്കിലും ഏത് രീതിയിലാണെങ്കിലും സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിയാണ് അതെ അതെ തീർച്ചയായും എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മളെ പ്രിയപ്പെട്ട ഈ എൻ്റെ മുമ്പിലിരിക്കുന്ന അഫ്സൽ ഖാൻ എന്ന ഈ വ്യക്തിയെ എന്നോട് തന്നെ കുറേ ആൾക്കാർ നമ്പർ ചോദിക്കാറുണ്ട് പല പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. പല പല കാര്യങ്ങൾക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ ഒരേ സമയത്ത് ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സമീപിക്കുന്ന ഒരു വ്യക്തിയും, അത് വളരെ പുഞ്ചിരിച്ച ഈ മുഖം പോലെ തന്നെ ഈ പുഞ്ചിരിച്ച മുഖത്താലെ വളരെ എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ ആർക്കാരും ഒരു പരിധി ഉണ്ടാവും പല കാര്യങ്ങൾക്കും. പക്ഷേ ആ പരിധിക്ക് പുറത്ത് നിന്നുകൊണ്ടും എനിക്കൊക്കെ നല്ല ഓർമ്മയുണ്ട്. ഈ പുഞ്ചിരിക്ക് തന്നെ എനിക്ക് വലിയൊരു സമ്മാനം കിട്ടിയിട്ടുണ്ട്. കുവൈത്തിലെ വളരെ പ്രമുഖനായ ഒരാൾ, വളരെ സീനിയർ ആയിട്ടുള്ള ഒരാളാണ്, എന്നോട് പറഞ്ഞു അഫ്സലെ കുവൈത്തിലൊരു അവാർഡ് വെക്കുന്നുണ്ട്, പുഞ്ചിരിച്ചുകൊണ്ട് തട്ടിക്കളയുന്നതിൽ അവാർഡ് എന്ന് വെച്ചാൽ എന്തൊരു വിഷയം വന്നാൽ ഒന്നും എതിർക്കൊന്നുമില്ല, പുഞ്ചിരിച്ചുകൊണ്ട് മെല്ലെ തട്ടിക്കളയുന്നു. പുഞ്ചിരിക്കുന്ന കള്ളനോ പാവം കള്ളനോ വിശ്വസ്തനായ കള്ളൻ. അപ്പൊ നമ്മളെ പ്രിയപ്പെട്ടവർ പ്രേക്ഷകരിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്ന ഒരു ഷോ ആണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ചെവിയിൽ ഇങ്ങനെ സൗണ്ട് ഇങ്ങനെ വരുന്നുണ്ട്, ഏത് കോളുകൾ വരുന്നുണ്ട്. പക്ഷേ അത് നേരത്തെ 1-2 കോളുകൾ വന്ന് കട്ടായിട്ടുണ്ട്. അപ്പോൾ അത് പിന്നെ നിങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മളെ വിശേഷങ്ങൾ തീർച്ചയായിട്ടും പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ കുടുംബ വിശേഷങ്ങളൊക്കെ എന്താണ്? കുടുംബവിശേഷമൊക്കെ വളരെ ഉഷാറ്. ആരൊക്കെയാണ് എനിക്കറിയാം, പക്ഷേ നമ്മളെ പ്രേക്ഷകർക്കും ഈ കുടുംബം പറയുന്നതിന് മുമ്പ് റാഫിക്ക് ഓർമ്മ ഉണ്ടോയെന്ന് അറിയില്ല, പ്രേക്ഷകരോട് ചോദിക്കാം. റാഫി എന്നോട് ഒരു സമയത്ത് ചോദിച്ചതാണ്, ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല. നിങ്ങൾ ആരെങ്കിലും വിവാഹം കഴിച്ചവരോടാണ് ഈ ചോദ്യം കേട്ടോ, അതിൻ്റെ മുമ്പുള്ളവരോടല്ല. വിവാഹത്തിന് മുമ്പ് സ്നേഹിച്ചിട്ടുണ്ടോ പ്രേമിച്ചിട്ടുണ്ടോ എന്നാണ് ചോദ്യം. പുരുഷന്മാരാണെങ്കിൽ സ്ത്രീയെ, അല്ലെങ്കിൽ സ്ത്രീകളാണെങ്കിൽ പുരുഷനെ പ്രേമിച്ചിട്ടുണ്ടോ സ്നേഹിച്ചിട്ടുണ്ടോ എന്നൊരു ചോദ്യം ചോദിച്ചിരുന്നു എന്നോട്. അന്ന് ഞാനതിനൊരു ഉത്തരവും പറഞ്ഞിരുന്നു. അന്ന് കുടുംബം അടുത്തുള്ളപ്പോഴാണ്. അപ്പോൾ കുടുംബത്തിന് അടുത്ത് നിർത്തിക്കൊണ്ടാണ് ഈ ചോദ്യം ചോദിച്ചത്. അത് നമ്മളെ മറ്റേ ചെറുത്താനും പക്ഷെ അന്ന് ഞാനൊരു ഉത്തരം പറഞ്ഞു. അത് വളരെ രസകരമായിട്ട് അന്ന്. അതിന് ശേഷം നീ ഒരു പാട്ട് പാടി. ഇപ്പോൾ എനിക്ക് നല്ല ഓർമ്മയുണ്ട് പാട്ട്. നമ്മുടെ അന്ന് റാസ ബീഗ ഒന്നിച്ചുള്ള സമയത്തുള്ള അതിലെ ഈ വാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, രണ്ടാമത്തെ പ്രണയമഴയുടെ പട്ടമായി ഞാൻ കണ്ടതില്ല ഒന്നും ഈ പ്രപഞ്ചത്തിൽ. ഈ വരികൾ ഭയങ്കര രസമാണ്. എനിക്കൊണ്ട് റാസയാണ് എഴുതിയെന്ന് തോന്നുന്നു. അല്ലല്ല, അത് പിന്നെ എഴുതിയത് ബഷീർ CV എന്ന് പറഞ്ഞ ആളാണ്. പക്ഷേ എവിടുന്നോ എടുത്തിട്ട് അദ്ദേഹത്തിന്റെ പാട്ട് ബാക്കി കൂടെ എഴുതിത്താന്നെന്തോ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഈ എഴുത്തുകാർ ഭയങ്കര. അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞൊരു മറുപടി ഉണ്ട്, ഓർമ്മയുണ്ടോ? ഞാൻ പ്രേമിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്, സ്നേഹിച്ചിട്ടുണ്ടെന്ന്. പക്ഷെ ആരെയാണ് സ്നേഹിച്ചതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഓർമ്മയുണ്ടോ? ഓർക്കില്ലേ? ഞാൻ പറഞ്ഞു. അപ്പോൾ കൂട്ടച്ചിരുന്ന് ഞാൻ സ്നേഹിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും ഇപ്പം കിട്ടും അഫ്സലിനത് കിട്ടുമെന്ന് വിചാരിച്ചേ. ഞാൻ പറഞ്ഞു ഞാൻ സ്നേഹിച്ചിട്ടുണ്ട്, ഞാൻ എൻ്റെ ഉമ്മയെ സ്നേഹിച്ചിട്ടുണ്ട്, എൻ്റെ സഹോദരിമാരെ സ്നേഹിച്ചിട്ടുണ്ട്, ഒക്കെ പ്രേമിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഓർമ്മയുണ്ടോ? നമ്മുടെ KDയുടെ ഒരു പരിപാടിക്ക് റിഗായിൽ വെച്ചിട്ടാണ്. അപ്പോൾ പ്രേക്ഷകരോട് പറയുകയാണ്, നമ്മൾ നമ്മുടെ എന്താണ് പറയുക, സഹോദരന്മാരെ മാതാപിതാക്കളെ ഒക്കെ സ്നേഹിക്കുക, ആവതോളം സ്നേഹിക്കുക. ഇപ്പോൾ കുടുംബം പറയുകയാണെങ്കിൽ ഭാര്യ, 4 മക്കള്, ചെറിയ കുടുംബം, എല്ലാവരും പഠിക്കുന്നു. മൂത്താളിപ്പോൾ ഇന്ത്യയിലാണ് പഠിക്കുന്നത്, ബാക്കി 3 പേരും ഇവിടെ കുവൈത്ത് തന്നെ പഠിക്കുന്നുണ്ട്. ഇതൊക്കെയാണ്. അതെ.
അപ്പം പിന്നെ ഈ പ്രണയം അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ പ്രണയം ഉള്ളിലുണ്ട് ഓൾറെഡി. പ്രണയം എന്ന് പറഞ്ഞു അതിൻ്റെ കൂടെ കഴിഞ്ഞാൽ തന്നെ ഈ ഒരു വിരഹം ഇങ്ങനെ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. അതാ ഞാൻ ചോദിച്ചത് നേരത്തെ. വിരഹം ഒരു പക്ഷേ നിങ്ങൾ ഡീപ്പായിട്ട് ചോദിച്ചാൽ ഇപ്പോഴും ഞാൻ പറയുന്നത് ഈ ശോകത്തോട് ഇഷ്ടം കൂടുന്നതിൻ്റെ കാരണം ഞാൻ അന്വേഷിച്ച ഒരിക്കലും ആളുകൾ നമ്മൾ പറയും ഒരു പ്രണയ നൈരാശ്യം, അത് ഒരു സ്ത്രീയോടുള്ള അങ്ങനെ ഒരു സംഭവം ഇല്ല, അങ്ങനെ ഒരു നൈരാശ്യം ഇല്ല. ഇല്ല. പക്ഷേ നഷ്ടമുണ്ട് എനിക്കുണ്ട്, ഡീപ്പായിട്ടുള്ള നഷ്ടം ഉണ്ടായിട്ടുണ്ട്. അതെൻ്റെ ഉപ്പയായിരുന്നു. അപ്പോൾ എൻ്റെ ചെറുപ്രായത്തിലാണ് മരിച്ചത്. അപ്പോൾ അത് എൻ്റെ 19ാമത്തെ വയസ്സിൽ. അതിനുശേഷമുള്ള സകല ജീവിതത്തിനും എനിക്കത് വിരഹം തന്നെയാണ്. സൂര്യനായി തഴുക ഉറക്കമുണർത്തുമൻ അച്ഛനെയാണ് എനിക്കിഷ്ടം. ലിറിക്സ് മറന്നുപോയിട്ട്. ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുവൈറ്റിലെ ഒരുപാട് ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഷോ ആണ്, ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇപ്പം വീണ്ടും ഒരു സ്പെഷ്യൽ ഗസ്റ്റ് തന്നെയാണ് കോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് കണക്ട് ചെയ്യാം അല്ലേ? തീർച്ചയായിട്ടും. അതുകൊണ്ട് ഒത്തിരി എന്താണ് പറയാ, കുവൈറ്റിലെ വളരെ സെലിബ്രിറ്റീസിന്റെ കോളാണല്ലോ. അതെ, കംപ്ലീറ്റ്ലി സെലിബ്രിറ്റി തന്നെയാണോ? ഇതാ മാത്യു സാറാണ്. മാത്യു സാർ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് സാറേ. ഗുഡ് ഈവനിങ്. നന്നായിരിക്കുന്നു. എന്തോ ഒരു സംഭവം ഫേസ്ബുക്കിൽ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ മാത്യു സാർ. റാഫിയാണ് കല്ലായി. മാത്യു സാർ നന്നായിട്ട് എഴുതും. ഇന്നെന്തോ ഞാൻ കണ്ടു, ഇന്നലെ കണ്ടിട്ടുണ്ട്. ഞാൻ കുറച്ചു നാളായിട്ട് എഴുത്തിൽ നിന്ന് മാറി നിൽക്കുക. അല്ല, ഞാൻ നന്നായിട്ട് എഴുതും. ഇന്ന് എഴുതിയെന്ന് ഞാൻ പറഞ്ഞത് റാഫിയാണ്. ഇന്നലെ എന്തോ ഒന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഉണ്ട് ഇവിടെ അല്ലേ, കുവൈത്തിലില്ലേ? വളരെ ഉണ്ട്. ഞാൻ എന്തോ പറയുന്നത്, ഈ ഫേസ്ബുക്കിൽ നിന്ന് അല്പം മാറി നിൽക്കുക. കാരണം രാഷ്ട്രീയ അതിപ്രസരം കാരണം വെച്ചാല് നമ്മള് എന്തിനേലും ഏസ് പറഞ്ഞാൽ അത് കുറച്ചുപേരെ വിഷമിപ്പിക്കും, എന്തിനോടേലും നോ പറഞ്ഞാൽ അതും ആൾക്കാരെ വിഷമിപ്പിക്കും. അപ്പൊ അതുകൊണ്ട് ലേശം ഒന്ന് മാറി നിൽക്കാം, ആരും വേദനിപ്പിക്കണ്ട. അല്ല, ഈ നമ്മള് ഇതെന്താ വെച്ചാൽ ഈ മനുഷ്യ ജീവിതത്തിൽ പിന്നെ തീരെ അതില്ലാതെ മുന്നോട്ട് പോകാനൊന്നും കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാ ഭാഗങ്ങളും റെഡിയാക്കി മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ നമ്മള് ഒരു പൊസിഷനിൽ ഇരിക്കുമ്പോഴാണ് നമുക്ക് എല്ലാവരെയും ഒരേപോലെ മുന്നോട്ട് കൊണ്ടുപോകണ്ടായോ? അതെ, തീർച്ചയായിട്ടും. പറ്റുന്നത്ര, സാധ്യമാവുന്നത്ര നമ്മൾ അത് പാലിക്കുന്നത് നല്ലതാണ്. അതെ, പക്ഷെ പേഴ്സണലായിട്ട് പറയല്ല, ഈ പറഞ്ഞ പോലെ തന്നെ ഒരു സ്ഥലത്ത് ഇരിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും നമുക്ക് എല്ലാവരോടും എങ്ങനെയാണ് വ്യക്തി എന്നുള്ളവർക്ക് നമുക്ക് പൊസിഷൻ ഒന്നും അതിലൊരു ഘടകമല്ല. ഏറ്റവും അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് വളരെ നല്ലതാണ്. അത് നല്ലതാണ്. എല്ലാരെയും ഒരുപോലെ ഒരുമിച്ച് കൂടെ കൊണ്ടുപോകാനാണ് നോക്കുന്നത്. അതെ അതെ അതെ, തീർച്ചയായിട്ടും. മാത്യു സാറിന് പറയാം, ആളുകൾ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. അപ്പം ഈ നേരത്തെ പറഞ്ഞ പോലെ ചെറിയൊരു വിഷാദം, ഒരു വിഷമം അവിടെയുണ്ട്. നമ്മൾ ഏറ്റവും ഒടുവിൽ കണ്ടത് ഓർമ്മയുണ്ടോ? നമ്മളിപ്പം കണ്ടത് നമ്മളൊരു സ്ഥലത്തു നിന്ന് മെല്ലെ മുങ്ങിയതാ, അത് ഓർമ്മയുണ്ട്. ഓർമ്മയുണ്ട്. സമയം വൈകിയപ്പോൾ നമ്മൾ രണ്ടുപേരും മുങ്ങി. മറ്റേ എനിക്ക് ഏതോ ഒരു സിനിമയിൽ തിരക്കിൻ്റെ ഇടയിലൂടെ എന്താ നമ്മളെ അടിയിലൂടെ നമ്മളല്ല ഊളിയിട്ട് രക്ഷപ്പെട്ട ആൾക്കാരെ നമ്മൾ. അത് മാത്യു സാറ് ഞാനൊക്കെ ജനങ്ങളുടെ കൂടെ ഊളിയിടാൻ പറ്റാത്ത ആളുകളാണ്. എന്നിട്ട് ഞങ്ങൾ അവിടുന്ന് ഊളിയിട്ട് പോകുന്നു. മാത്യു സാറേ, നമ്മളെ കുവൈത്തിൽ മാത്രമുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചപ്പോൾ നേരത്തെ അയ്യൂബൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതിനു മുമ്പേ നമ്മുടെ ഷഫാസ് ഭായ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അതും മറ്റേ ലുലു മണി എക്സ്ചേഞ്ചിൻ്റെ. അപ്പോൾ നമ്മളെ കുവൈത്തിൽ മാത്രം കണ്ടുവരുന്ന ഒരു സംഭവം എന്താ വെച്ചാൽ, ഇങ്ങനെയുള്ള ആളുകൾ മാറി നിൽക്കാതെ നിങ്ങൾക്ക് തന്നെ ഒരു കൂട്ടായ്മ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കലും കാര്യങ്ങളും കളിയും ചിരിയും തമാശയൊക്കെ ഉണ്ട് എന്നുള്ളത് എനിക്ക് തോന്നുന്നു കുവൈറ്റിൽ മാത്രമായിരിക്കും. അത് ഒരു പക്ഷേ എനിക്ക് കൂടിച്ചേരലുകൾ നമ്മൾ പലപ്പോഴും ഈ സമാന്തര ബിസിനസ്സുകൾ എപ്പോഴും ഒരു ശത്രുതാ മനോഭാവത്തിലാണ് ഒരു പക്ഷേ പലയിടങ്ങളിലും കാണാറ്. പക്ഷേ ഞങ്ങൾ എപ്പോഴും പറയാറ് അതിനെ ഇൻഡസ്ട്രി പാർട്ട്നേഴ്സ് എന്നാണ്. കാരണം അവരുണ്ടെങ്കിലേ നമ്മളുള്ളൂ, നമ്മളുണ്ടെങ്കിലേ അവരുള്ളൂ. നമ്മൾക്ക് മാത്രമുള്ളതല്ല ഈ ലോകം. ഈ ലോകം എന്ന് പറയുന്നത് എല്ലാവർക്കും ഉള്ളതാണ്. അത് അഫ്സൽക്ക ദേവാസുരത്തിനകത്ത് മോഹൻലാൽ പറയുന്ന ഡയലോഗ് ആണല്ലോ, മംഗലശ്ശേരി നീലകണ്ഠൻ ഉണ്ടെങ്കിലേ. അങ്ങനെയുണ്ടോ? എനിക്ക് അത്ര സാർ അത് ആ ശബ്ദത്തിലൊന്ന് ട്രൈ ചെയ്യാൻ പറ്റുമോ? ഇത് പാട്ടും പറച്ചിലും പരിപാടിയാണ് അല്ലേ? പാട്ടും പറച്ചിലുണ്ടല്ലോ. മിമിക്രി ഒന്നും നമ്മളെ കൊണ്ട് പറ്റില്ല.
ചേട്ടൻ ചിലപ്പോ കൊയറിലൊക്കെ പാടി നല്ല പരിചയം ഉണ്ട്, ഉണ്ടാവും. ഉണ്ട്, ഉണ്ട്. പാട്ടുമായി ഇഷ്ടമാണ്, പാട്ടും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ്. കൊയറിലൊക്കെ പാടി പരിചയമില്ലേ? ഉണ്ട്, ഉണ്ട്. ഒരു 2 വരി ആയിക്കോട്ടെ, പോന്നോട്ടെ എന്തായാലും. ഞാൻ എനിക്ക് പാടാനൊന്നും വയ്യ. ഞാൻ വേണമെന്നുണ്ട് പിന്നെ റാഫിക്കായോട് ഒരു പാട്ട് റിക്വസ്റ്റ് ചെയ്യാം. അതേതാണ്? ഹരിമുരളീരവൊന്നും ആയിരിക്കരുത്. നിങ്ങള് എന്താ പറയുന്നത്, ഷബാസ് അമ്മാന്റെ ആ, മിഴിയിൽ നിന്നും മിഴിയിലേക്ക്. എനിക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട്. നല്ല രസം. മിഴിയിൽ നിന്നും മിഴിയിലേക്ക് തോണി തുഴഞ്ഞു പോയി നമ്മൾ. എനിക്ക് ആ വേർഡ്സിന്റെ ഒരു പ്രശ്നമുണ്ട്. അത് നമ്മൾ അടുത്ത പരിപാടിയിലൊക്കെ പഠിച്ച് പാടാം തീർച്ചയായിട്ടും. അതൊരു കിടിലൻ പാട്ട് തന്നെയാണ്. നല്ല പാട്ടാണത്. അത് അതെ, അതെ, അതെ. ആ ഒരു ലൈൻ തന്നെ ഉണ്ട്. കുറേ പാട്ടുകൾ ആ ഒരു ലൈനിൽ. വേറൊരു കാര്യം ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ, ഏറ്റവും കൂടുതൽ ആളുകൾക്ക് കേൾക്കാൻ താല്പര്യം ഇങ്ങനെയുള്ള പാട്ടുകളാണ്. അതാ ഞാൻ പറയുന്നത്, കൂടുതൽ ആളുകൾക്കും. പക്ഷേ വേദികൾ ഇങ്ങനത്തെ പാട്ടുകൾക്ക് കുറവാണ്. പക്ഷേ അതിൽ ഒരു കാര്യം കൂടെ ചിലപ്പോൾ ആഡ് ചെയ്യേണ്ടി വരും. നമ്മളിപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ തലമുറകളിലുള്ള മാറ്റങ്ങൾ ഒരു പക്ഷേ നമ്മൾ വൈകി അറിയുന്നവരായിരിക്കും. നമ്മളിപ്പോഴും നമ്മളെ ആ ഒരു തലമുറയും ഒക്കെ ആയിട്ട് ആയിരിക്കും കൂടുതൽ. പക്ഷേ നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നുണ്ട് പുതിയതൊക്കെ. പക്ഷേ എന്നാലും നമ്മുടെ ഈ കലാസാധനത്തിലൊന്നും നമുക്ക് വലിയ ചേഞ്ച് വരില്ല. അപ്പോൾ അവിടെ ഒരു പ്രശ്നമുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുതിയ തലമുറ അവർക്ക് ഇതൊന്നും വലിയ കാര്യമില്ല എന്ന് എനിക്ക് പലപ്പോഴും തോന്നുന്നു. വെറുതെ പറയാം. കാരണം മാത്യു സാറിന്റെ വീട്ടിൽ 100% അല്ല ഞാൻ പറയുന്നത്. പക്ഷേ സാറിന്റെ വീടൊരു, നിങ്ങൾ വീട് പറഞ്ഞ പോലെ ഒരു കലാഭവനാണ്. മക്കളൊക്കെ സംഗീതവുമായിട്ട് ബന്ധം, ഇൻസ്ട്രുമെന്റുകളായിട്ടുള്ള ബന്ധം, അല്ലേ മാത്യു സാർ? അതൊന്ന് പങ്കുവെക്കാം. അത് ശരിയാണ്. അത് പിന്നെ റാഫി അതെന്തോ പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാല്, എനിക്ക് വലിയ ഇപ്പം അഫ്സൽ മുമ്പേ പറഞ്ഞ പോലെ തന്നെ, അഫ്സൽ പറഞ്ഞില്ലേ അഫ്സലിന് തബല പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ പോലെ, എന്റെ ചെറുപ്പകാലത്ത് എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു വയലിൻ ഉപയോഗിക്കണം, കീബോർഡ് ഉപയോഗിക്കണം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. പക്ഷെ അതൊന്നും അന്ന് നമ്മളുടെ വീട്ടിലെ അപ്പനും അമ്മയും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഓർത്തഡോക്സ് ചിന്താഗതിക്കാരാണ്. അവരുടെ ചിന്താഗതി അനുസരിച്ച് നമ്മൾ ഇതൊന്നും പഠിത്തമല്ലാതെ വേറെ ഒരു ലൈനിലോട്ടും പോകാൻ പാടില്ല, മക്കൾ ചീത്തായി പോകുന്നുള്ള അന്നത്തെ ഒരു ചിന്താഗതി അതാണ്. അതെ, അതെ. അപ്പം അതുകൊണ്ട് തന്നെ അവരെന്തോ പറയുന്ന അന്നൊന്നും അനുവദിച്ചിട്ടില്ല. അപ്പം എനിക്ക് കിട്ടാതെ പോയ ആ സ്വാതന്ത്ര്യം അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു ഇത് ഞാൻ എന്റെ പിള്ളേരെ നിർബന്ധിച്ച് പഠിപ്പിച്ചു. തീർച്ചയായിട്ടും. മക്കൾ എന്തൊക്കെ ചെയ്യുന്നത് മത്തി സാർ, നമ്മളെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒന്ന് പരിചയപ്പെടാം. മൂത്ത ആള് ഡോക്ടറാണ്. അവളിപ്പോൾ തിരുവല്ല ബിലിവേഴ്സ് ഹോസ്പിറ്റലിൽ ഓർത്തോപീഡിക്സിൽ വർക്ക് ചെയ്യുന്നു. ഓക്കെ. രണ്ടാമൻ എന്റെ അതേ വഴി തന്നെ, അവൻ CA പഠിക്കുന്നു. മൂന്നാമത്തെ ആൾ 12ാം ക്ലാസ്സിലാണ്. 12ാം ക്ലാസ് കഴിഞ്ഞിട്ട് അവളും CA ചേരാനാണ് പ്ലാൻ. ഈ 3 പേരും സംഗീതമായിട്ട് എന്തൊക്കെയാണ് കൈകാര്യം ചെയ്യുന്നത്? 3 പേരും മോള് പിന്നെ വയലിൻ ഉപയോഗിക്കും, പിന്നെ കീബോർഡ് പ്ലേ ചെയ്യും, യൂക്കിലി എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രുമെന്റും പ്ലേ ചെയ്യും. മോനാണെന്നുണ്ടെങ്കിൽ കീബോർഡ് പ്ലേ ചെയ്യും, ഗിറ്റാർ പ്ലേ ചെയ്യും, അവൻ പാടുകയും ചെയ്യും. മോളും പാടും. രണ്ടുപേരും എല്ലാം വീട്ടിലുണ്ട്. അതുകൊണ്ടാണ് പുറത്തെ ആവശ്യമില്ല കേട്ടോ. മാസത്തിൽ ഒരിക്കൽ ഞങ്ങൾക്കൊരു പിന്നെ മ്യൂസിക്കൽ ഗെറ്റ് ടുഗദർ ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും നന്നായിരിക്കും. പക്ഷെ അതിപ്പോ ഇല്ല. പിള്ളേരിപ്പോ പഠിക്കാൻ നാട്ടിലൊക്കെ പോയത് കൊണ്ട് അത് നിന്നുപോയി. ഞാനത് മിസ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും നാട്ടിലേക്ക് പോയപ്പോ. അതെ. അപ്പൊ എന്തായാലും നമുക്ക് കൂടുന്ന സമയത്ത് മാത്യു സാർ നമുക്ക് അല്ലേ കൂടാൻ ആൾക്കാരായി ഒരു ദിവസം റാഫിയും ജോയിൻ ചെയ്യണം. റാഫിയുടെ പാട്ടും പറച്ചിലും ഒരു പുതിയൊരു നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു എന്താണ് പറയാ പ്ലാറ്റ്ഫോം കൂടെ. അതെ. ഓരോ എപ്പിസോഡ് കടന്നു പോകുമ്പോഴും പുതിയ പുതിയ ഐഡിയകളും വഴികളും തെളിഞ്ഞു വരികയാണ്. അതെ. അപ്പൊ അതുകൊണ്ട് മാത്യു സാർ താങ്ക് യു. വളരെ സന്തോഷം അഫ്സൽ ഖാനെ ഒന്നുകൂടെ കാണാൻ പറ്റിയതിലും നിങ്ങൾ റാപ്പിയോട് സംസാരിക്കാൻ പറ്റിയതിലും. താങ്ക് യു. എല്ലാവിധ ഭാവുകങ്ങളും. താങ്ക് യു. അഫ്സൽ ഖാനെ ഒരിക്കൽ കൂടി കാണാൻ പറ്റിയതിലും എന്താ പറയുക സന്തോഷം. അപ്പൊ ഇന്ന് പിന്നെ ബിസിനസ് അല്ലേ ആളുകളാണ്. അതും അങ്ങനെ വരുന്നത് അത് എന്തുകൊണ്ടാണ് ഇവിടെ ഇരിക്കുന്ന ആളെ ആ ഒരു പരിചയം കൂടുതൽ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണല്ലോ. അപ്പോൾ കലയുടെ ആളുകളാണ് കുറച്ചുകൂടെ കലാപരമായിട്ടുള്ള ആളുകളൊക്കെ കയറി വന്നേനെ. അതിന് പേര് മാറ്റിയിട്ടില്ലേ, പാട്ടും പറച്ചിലും എന്നുള്ള പേര് മാറ്റിയിട്ട് വേറെന്തെങ്കിലും ഇന്നൊരു ബിസിനസ് സംബന്ധമായൊരു പേര് കൊടുക്കായിരുന്നു.
ഞാനിപ്പോൾ മാത്യു സാറ് പറഞ്ഞേ, പക്ഷേ ഞാൻ എൻ്റെ ഒരു മാത്യു സാർ പറഞ്ഞതിനോട് തുടർച്ചയായിട്ട് എനിക്ക് എൻ്റെ മനസ്സിൽ വന്നൊരു കാര്യമാണ്, നമ്മൾ മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ജീവിക്കരുത്, മക്കൾക്ക് വേണ്ടി സാഹചര്യം കൊടുക്കരുത് എന്നല്ല. കാരണം മക്കളുടെ ജീവിതം ഇത് കാര്യമായിട്ടുള്ളൊരു അത് അവരുടെ ജീവിതമാണ്. അതെ, മക്കൾക്ക് വേണ്ടി എല്ലാ സാഹചര്യവും ഇപ്പം മാത്യു ചേട്ടൻ ചെയ്ത പോലെ പഠിക്കാനുള്ള സാഹചര്യങ്ങൾ ചെയ്തു കൊടുക്കുക, നമ്മളെ കഴിവിൽ പരമാവധി അവർക്ക് വേണ്ടി ചെയ്യുക, സ്പെൻഡ് ചെയ്യുക ഒക്കെ ചെയ്യുക. പക്ഷേ അവർക്ക് വേണ്ടി മാത്രം നമ്മുടെ ജീവിതം ഒഴിഞ്ഞു വെക്കുന്ന പ്രവാസികളെ കാണാറുണ്ട്. പക്ഷേ അങ്ങനെ ആവരുത്. നമ്മുടെ ഇത് എന്താണ് പറയുക, നമ്മുടെ പുഷ് മാത്രമേ കൊടുക്കാവൂ. ചില ആളുകളുണ്ട് അവർക്ക് മക്കൾ മാത്രമേ ഉള്ളൂ, അവർക്ക് ജീവിതമില്ല. മക്കൾ കഴിഞ്ഞിട്ട് ഇവർ ജീവിക്കുന്നത് മുഴുവനായിട്ട് അവർക്ക് വേണ്ടിയാണ്. ഓരോ ജീവനുള്ള എന്താണ് പറയുക, സർവ്വ ചരാചരങ്ങളും ഭൂമിയിൽ ജനിക്കുമ്പോഴും നമുക്കറിയാം തുടങ്ങുന്നത് എവിടെയാണെന്ന്, പക്ഷെ അവസാനിക്കുന്നത് എവിടെയാണെന്ന് നമുക്കറിയില്ല. അത് മാത്രമേ അറിയുള്ളൂ. അതും കൂടി അറിഞ്ഞാൽ പിന്നെ നമ്മൾ വലിയ ആൾക്കാരായി. പക്ഷെ അവസാനിക്കുന്നത് നമുക്കറിയില്ല. അപ്പം പിന്നെ ഓരോരുത്തൻ്റെ ജീവിതവും നമ്മൾ വിചാരിക്കും ഞാൻ പറഞ്ഞതുകൊണ്ടാണ്, ഞാൻ ചെയ്തതുകൊണ്ടാണ് ഇതെല്ലാം ഇങ്ങനെ ആയതെന്നല്ല. അയാളുടെ ജീവിതം അയാൾക്കുള്ളത് തന്നെയാണ്, അയാളുടെ അനുഭവങ്ങൾ അയാൾക്കുള്ളത് തന്നെയാണ്. നമ്മളെ ഇല്ല. അതുകൊണ്ട് നമ്മളുടെ ജീവിതം കളഞ്ഞുകൊണ്ട്, ഞാൻ പറയാൻ ഉദ്ദേശിച്ചതാണ്, നമ്മുടെ ജീവിതം കളഞ്ഞുകൊണ്ട് നമ്മുടെ മക്കൾക്ക് വേണ്ടി മാത്രമാവരുത്. നമ്മൾ ജീവിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ മക്കളെ ജീവിപ്പിക്കേണ്ടത്, സഹായിക്കേണ്ടത്. കാരണം ബയോളജിക്കലി നമ്മൾ നേരത്തെ പോവേണ്ടവരാ, മടങ്ങേണ്ടവരാ. അങ്ങനെ സംഭവിക്കാതിരിക്കാം. പക്ഷേ നമ്മൾ മൊത്തം പറയുമ്പോൾ അങ്ങനെയാണല്ലോ, ഓക്കെ, ജീവശാസ്ത്രപരമായിട്ട് പറയുമ്പോൾ. അതുകൊണ്ട് തന്നെ അവരുടെ അനുഭവം പിന്നീട് അവർ കിട്ടിക്കോളും. അവരെവിടെ ജീവിക്കണം, അവരെന്ത് ഭക്ഷിക്കണം, എന്തുടുക്കണം. ഇപ്പോൾ പിന്നെ ഒരു കാര്യം ചോദിക്കാനുള്ളത് എന്തെന്ന് വെച്ചാൽ, ഈ കുവൈറ്റിലേക്ക് വന്നതിന് ശേഷമാണ് നമ്മൾ പിന്നെ കുവൈറ്റിലേക്ക് വന്നതിന് ശേഷമാണ് നമ്മളിപ്പം അഫ്സൽ ഖാൻ, മലബാർ അഫ്സൽ ഖാൻ എന്ന് പറഞ്ഞിട്ട്, മലബാർ അഫ്സൽ ഖാൻ ഈ മലബാർ ഫ്രണ്ടിലുണ്ട്. അപ്പോൾ ഈ കുവൈറ്റിൽ നിന്നാണോ മലബാറുമായിട്ട് ബന്ധം, അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് എങ്ങനെയാണ് ഈ മലബാർ ഗോൾഡുമായി? മലബാർ 2005 ഞാൻ ജോയിൻ ചെയ്യണം. മലബാർ ഗോൾഡിൽ ജോയിൻ ചെയ്യുന്നത് ഇവിടെയാണോ അതോ നാട്ടിൽ വെച്ചാണ്? 5 വർഷം കോഴിക്കോട് അതിൻ്റെ അടുത്ത മഞ്ചേരി പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ വർക്ക് ചെയ്തു. വെച്ചാൽ 2010 ഞാൻ ദുബായിലേക്ക് വരുന്നത്. 2010 ദുബായ് വന്ന സമയത്താണ് കുവൈത്ത് ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു അവിടെ കമ്പനി മാനേജ്മെൻറ്റ് പ്രാരംഭമായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്ത് ഒരു ദൈവനിശ്ചയം കണക്ക് എനിക്ക് ഇവിടെ വരാൻ പറ്റി. അവർ എന്നെ ഇങ്ങോട്ട് അയച്ചു. അന്ന് മുതൽ ഇന്ന് വരെ ഇവിടെ എന്താണ് പറയുക, മലബാറിൻ്റെ മുന്നിൽ നിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. വലിയൊരു ഭാഗ്യമായിട്ടും അവസരമായിട്ടും ഞാൻ അതിനെ കാണുന്നു. പ്രത്യേകിച്ച് മാനേജ്മെൻറ്റിനോട് വളരെ നന്ദി പറയണം അതിനൊക്കെ. ഓക്കെ, അങ്ങനെ ഒരു അവസരം തന്നതിന്. അതെ അതെ, കാരണം എന്താ വെച്ചാൽ ഈ വേദിയിൽ, ഈ പ്ലാറ്റ്ഫോമിൽ അദ്ദേഹം പറയേണ്ട ഒരു സംഭവമാണ്. തീർച്ചയായിട്ടും. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഇപ്പം കഴിഞ്ഞ ആഴ്ച ഫാസില ബാനു ആയിരുന്നു വന്നത്. അവരൊരുപാട് ഇൻ്റർവ്യൂ പങ്കെടുത്തതാണ്, ഒരുപാട്. പക്ഷേ അവർ പറഞ്ഞൊരു വാക്ക് എന്തെന്ന് പറഞ്ഞാൽ, ഈ ഒരു വേദിയിൽ അവരാരും ചോദിക്കാത്ത ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. എനിക്ക് അവർക്ക് കൂടുതലായിട്ട് മനസ്സ് തുറന്നിട്ട് കുറേ സംസാരിക്കാൻ പറ്റി എന്നുള്ളതാണ്. അപ്പോൾ ചില കാര്യങ്ങൾ അത് എനിക്ക് മാത്രമല്ല, നമ്മളെ പ്രേക്ഷകർക്കാണെങ്കിലും വളരെ അടുത്ത സുഹൃത്തുക്കൾക്കാണെങ്കിലും ഒക്കെ അറിയേണ്ട ഒരു വിഷയമാണ്. പിന്നെ അടുത്തൊരു ചോദ്യം ചോദിക്കാനുള്ളത് എന്തെന്ന് വെച്ചാൽ, ഈ അഫ്സൽ ഖാൻ, ഈ സൽമാൻ ഖാൻ, ഷാറുഖ് ഖാൻ എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ ഒരു ഖാൻ ഫാമിലി ആണോ? അത് പലരും ചോദിക്കാറുണ്ട്. നമുക്ക് മസിലിട്ട് പറയാം. കാരണം ഈ ഖാൻ അത് നമ്മുടെ നാട്ടിൽ നിന്നൊരു കോളുണ്ട്. പക്ഷേ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളെ അത് അറിയാതെ വീണു. അപ്പോൾ ഞാനത് എന്ത് ചെയ്യണമെന്ന് ഞാൻ ആലോചിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഇപ്പോൾ. കാരണം ഞാൻ ഇറങ്ങി വന്നിട്ട് അത് എടുത്ത് വെക്കണോ, അല്ലെങ്കിൽ ഇങ്ങനെ അല്ല, കുഴപ്പമൊന്നുമില്ല. അത് ഇങ്ങനെ തിരിച്ചവൻ പോയതാണ്. നാട്ടിൽ നിന്ന് വളരെ വേണ്ടപ്പെട്ട ഒരാളാണ് വിളിക്കുന്നത്. കേൾക്കുന്നുണ്ടോ?
ഓക്കെ. ഹലോ ഹലോ ഹലോ. യെസ്, അസ്സലാമു അലൈക്കും. പാട്ടും പറച്ചിലും പരിപാടിയിലേക്ക് സ്വാഗതം. പഠിച്ചോനെ. ആ ഓക്കെ. അബുക്ക കുണ്ടോട്ടി. അസ്സലാമു അലൈക്കും. വലൈക്കും സ്ലാം. എന്റെ ഗുരുവാണ്, നബീലിന്റെ ഉപ്പയാണ്. ആ അബൂക്ക. അല്ലാ അബൂക്ക സംസാരിച്ചോളി അഫ്സൽക്കനോട്. അല്ലാ, ആ എന്തൊക്കെയുണ്ട് വിശേഷം? മക്കളൊക്കെ നാട്ടിലെത്തിയില്ലേ? എല്ലാരും കൂടെ സാറായിട്ട്. എന്താണ് പിന്നെ നാട്ടില് മഴയാണ്, ഭയങ്കര മഴയാണ് എന്നൊക്കെ പറഞ്ഞു. അബൂക്ക ഇപ്പോൾ കുട്ടികൾ ഇവിടെ അടിച്ചു പൊളിച്ച് തകർത്തിട്ടാട്ടോ പോകുന്നത്. അടിപൊളി അഭിപ്രായമാണ് പ്രോഗ്രാം. പിന്നെ അതിപ്പം പിന്നെ പറയേണ്ട ആവശ്യമില്ല. എന്നിരുന്നാലും കുവൈത്ത് ഇളക്കി മറിച്ചിട്ടാണ് അവർ വളരെ എന്താണ് പറയാ, വൈബ്രന്റ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. അതെ അതെ അതെ, നല്ലൊരു പ്രോഗ്രാം ആയിരുന്നു. ആളുകൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. കുണ്ടോട്ടി അബുക്ക കുണ്ടോട്ടി തന്നെയാണോ? നമ്മൾ പഴയ SK പരിചയമുണ്ടോ? അബുക്കന്റെ പരിപാടി പറയുകയാണെങ്കിൽ 1900 ഞാൻ കുറച്ച് പറഞ്ഞോട്ടല്ലേ, അബുക്ക എന്താ പറയുന്നുണ്ടോ? 1999 എൻ്റെ വിവാഹം കഴിഞ്ഞത്. അപ്പോൾ ഭാര്യയുടെ ഒരു ബന്ധത്തിലാണ് അബുക്കയുടെ വൈഫ്, നബീലിൻ്റെ ഉമ്മ. അപ്പം എനിക്ക് ഈ സാധനം തലയിലുണ്ടല്ലോ, ഏത് സംഗീതം, നമ്മളെ മോഹൻലാൽ പറഞ്ഞ സാധനം, എനിക്കിതെന്തോ ആവണമെന്നുണ്ട്, എന്നാ ഇവിടെ എത്തൂല. അപ്പോൾ അപ്പം അങ്ങനെയാണ് അബൂക്ക ഇതിൻ്റെ പിന്നെ മ്യൂസിക് മാഷാണ്. കൊണ്ടോട്ടി ബീറ്റ്സ് ഓഫ് കേരള എന്ന് പറയുന്ന ഓർക്കസ്ട്രയും അതോടൊപ്പം കീബോർഡ് ട്യൂഷൻ കൊടുക്കുകയും ഒരുപാട് കുട്ടികൾ പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരുപാട് ആൾ അതിലൂടെ അബുക്കയുടെ ശിക്ഷണത്തിൽ വന്നിട്ടുണ്ട്. ഏറ്റവും പറയാൻ പറ്റുന്നത് അന്ന് അവിടെ പോകുമായിരുന്നു. ഒരുപാട് പേരെ ഓർക്കണം. എനിക്കൊണ്ടത് ഗോപാലേട്ടൻ, അദ്ദേഹം മരിച്ചുപോയി തോന്നുന്നുണ്ട്, തബലിസ്റ്റ് അല്ലേ? അവക്ക മരിച്ചു അല്ലേ? ഗോപാലേട്ടൻ നമ്മുടെ പിന്നെ മുബഷിർ ഉണ്ടായിരുന്നു, പിന്നെ ഒരു മുജീബ് ഉണ്ടായിരുന്നു കൊണ്ടോട്ടി. അപ്പോൾ പിന്നെ എനിക്ക് രണ്ടാണ്, നമ്മൾ ഈ നാട്ടിൽ പറയല്ലോ നെയ്യപ്പം നിന്ന കാര്യം രണ്ടാണെന്ന് പറഞ്ഞില്ലേ, എന്നാൽ മേത്ത് തേക്കും ചെയ്യാൻ വിശപ്പ് മാറിഞ്ഞെന്നൊക്കെ പറഞ്ഞ പോലല്ലേ. എനിക്കവിടെ പോയി കഴിഞ്ഞാൽ ഈ കലാസ്വാദനം നടക്കും, രണ്ടിത് പഠിക്കാൻ പറ്റുമോ നോക്കും. പിന്നെ അതല്ലാത്തൊരു പരിപാടി വേറെ ഉണ്ടായിന്. അപ്പം ഇനി പറയണ്ട, ഉക്കന്ന് പറയാണെങ്കിൽ പറഞ്ഞാൽ മതി, ഉണ്ടായിരുന്നു. എല്ലാ പ്രോഗ്രാംസിനും പോകും ഞാൻ. രാത്രി വൈകി എന്നിട്ട് വീട്ടിലെത്തി അതൊരു പോകും. എന്നാലും എൻ്റെ ഇഷ്ടമാണ് ഇത് പോവാൻ. അതിലേറ്റവും ഞാൻ ഓർക്കുന്ന ഒരു പരിപാടി പറഞ്ഞു തരാം കേട്ടോ. അവക്കൊക്കെ ഓർമ്മ ഉണ്ടാവില്ല. നമ്മൾ മുസ്ലിയാരങ്ങാടി ഒരു പരിപാടിക്ക് പോയി. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവില്ല, നമ്മുടെ റോഡ് സൈഡിൽ ഒരു ഡോക്ടറെ വിവാഹത്തിൻ്റെ തലേ ദിവസം അന്ന് പിന്നെ ഈ 1-2 പാട്ട് പാടിയപ്പോൾ ഈ വരൻ്റെ അഥവാ ഈ ഡോക്ടറെ ബാപ്പ വന്നിട്ട് നിർത്തിച്ചോ, ആ കത്തിയും കൊണ്ടാ വരുന്നത്, വള്ളിയൊക്കെ ഞാൻ പറക്കും, സാധനം എടുത്ത് പോയിക്കൊള്ളന്ന്, പരിപാടി നിർത്തേണ്ടി വന്നു. നിങ്ങൾക്ക് ഓർമ്മയില്ലേ? എന്നിട്ട് അവിടുന്ന് കാശ് കിട്ടാനൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടായി, പ്രയാസപ്പെട്ട്. അങ്ങനെ ഒരു വളരെ രസകരമായൊരു ഓർമ്മയുണ്ട്. അങ്ങനെ പിന്നെ ആ സമയത്ത് ഓർക്കേണ്ട 2 വ്യക്തിത്വങ്ങളുണ്ട് എനിക്ക് തോന്നുന്നത്. നമ്മളെ ഈ ബ്ലൈൻഡ് ബ്രദേഴ്സ് ഓർക്കസ്ട്രയുടെ നമ്മളെ ബ്ലൈൻഡ് ആർട്ടിസ്റ്റുകളായ 2 ആളുകൾ, പേര് എനിക്കറിയില്ല, അവർക്കൊക്കെ ഓർമ്മയായിരിക്കും. കിഴിശ്ശേരി. അബുക്ക അവിടെ ലൈനിന് എന്താ പ്രശ്നം ഉണ്ടോ? മഴ നന്നായിട്ട് പെയ്യുണ്ടോ? ഇടയ്ക്കൊരു കട്ടായിട്ട് കേൾക്കുന്നു. ഉണ്ടല്ലേ? അബുക്കനെ പ്രേക്ഷകർക്ക് വേണ്ടി പരിചയപ്പെടുത്താം. ഒരു പക്ഷേ നമ്മളെ ആളുകൾ അറിയില്ല, പിന്നെ എങ്ങനെയാ പരിചയപ്പെടുത്താന്ന് എനിക്കറിയില്ല. പിന്നെ അബുക്ക വളരെ വലിയ ഒരു സീനിയർ ആർട്ടിസ്റ്റാണ്. പിന്നെ കീബോർഡ് പ്ലെയറാണ്, മറ്റ് ഇൻസ്ട്രുമെൻസുകൾ യൂസ് ചെയ്യും അല്ലേ, തബല, ഗിറ്റാർ, എന്തൊക്കെ ചെയ്യാന്ന് എനിക്ക് തന്നെ ഇപ്പോൾ ഓർമ്മയില്ല. പിന്നെ നാട്ടിലെ ഏറ്റവും കൂടുതൽ പെട്ടെന്ന് ഓർമ്മ വരും എനിക്ക് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഫുൾ തിരക്കാ അബുക്ക. തെരഞ്ഞെടുപ്പ് വേദികളിൽ നിന്ന് വേദികളിലേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഞാനതിന് നൊട്ടേഷനൊക്കെ ഇപ്പോഴും ഉണ്ട്, പ്രാക്ടീസ് ചെയ്തിട്ടില്ല. ശരിയാക്കാം, ഞാൻ വരുന്നുണ്ട്. ഒന്നും പേടിക്കണ്ട. ഇപ്പോഴും നമ്മള് സീൽ തന്നെ ഉള്ളത്.
ആ പിന്നെ സീന് വിട്ടില്ല. വേറൊരു കാര്യം കേട്ടോ. അപ്പം കയ്യിലുണ്ട് ഇപ്പൊ. അബുക്ക ഉണ്ട്. അബുക്ക അബുക്കക്ക് ഞാൻ റാഫിയാണ്, കോഴിക്കോട് കല്ലായി. കോഴിക്കോട്. നമ്മളെ ഡ്രം അസീസിൻ്റെ ഒക്കെ പെങ്ങളെ മോനാണ്. ആ അപ്പം കഴിഞ്ഞ ആഴ്ച നമ്മളെ ഫാസില ബാനു നമ്മളെ ഈ ഉണ്ടായിരുന്നു. ഒരു നമുക്ക് കഴിഞ്ഞ പാട്ടും പറച്ചിലും എന്ന പരിപാടിയിൽ അവരായിരുന്നു ഗസ്റ്റ്. അപ്പോൾ നമ്മൾ കുറേ പഴയ പാട്ടുകളൊക്കെ പാടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങളുടെ ഈ പാട്ടും പറച്ചിൽ എന്ന ഈ പരിപാടിക്ക് നിങ്ങളുടെ എല്ലാവിധ പ്രാർത്ഥനയും ഉണ്ടാവണം, സപ്പോർട്ടും ഉണ്ടാവണം. നമ്മളെ സന്തോഷം. നമുക്ക് നമ്മളെ പാട്ടും പറച്ചിലും പരിപാടിയിൽ നമുക്ക് അബുക്കനെ നമ്മളെ ഗുരുവിനൊന്ന് കൊണ്ടുവരണം നമുക്ക് തീർച്ചയായിട്ടും. കാരണം നമ്മൾ പഴയ പാട്ടുകളാണല്ലോ. അയ്യൂബ്ക പറഞ്ഞിട്ടുണ്ട്. അയ്യൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിന് സ്പോൺസർമാരൊക്കെ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്, ഓരോരോ സ്പോൺസർമാർ. അപ്പം തീർച്ചയായിട്ടും അബുക്കൊക്കെ വേണ്ടി ഞാനൊരു 2 വരി മൂളാം അല്ലേ? അപ്പോൾ അബുക്ക 2 വരി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാണ്. അപ്പം നിങ്ങൾ കോള് വിളിച്ചതിൽ വളരെ വളരെ സന്തോഷം. അത് എന്താ പറയുക, അഫ്സൽ ഖാൻ്റെ പോലെ തന്നെ നമ്മളും ഗുരുസ്ഥാനത്താണ് കാണുന്നത് ഈ കുവൈറ്റിലുള്ള എല്ലാ കലാകാരന്മാരും. അപ്പം അബുക്കൊക്കെ വേണ്ടി ഞാനൊരു 2 വരി. ഗാനപ്രിയരേ ആസ്വാദകരെ, ഗാനപ്രിയരേ ആസ്വാദകരെ, ഗസൽ മാല ചൂടാൻ വരൂ. ഗാനപ്രിയരേ ആസ്വാദകരെ, ഗസൽ മാല ചൂടാൻ വരൂ. മാനസ സരസിൽ സ്വരരാഗങ്ങൾ തൻ മധുരം നേദിക്കാം ഞാൻ. ഗാനപ്രിയരേ ആസ്വാദകരെ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാണ്. അപ്പോൾ ഞാനിപ്പോൾ എന്താണ് അതിൻ്റെ ഇടയ്ക്ക് വേണ്ടി നോക്കി വെച്ചാൽ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിച്ചില്ല. ഫേസ്ബുക്കിൽ ഒരുപാട് ആളുകൾ ഓരോന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും നിങ്ങൾക്ക് നേരിട്ട് സംസാരങ്ങളൊക്കെ ആയിട്ട് ഏകദേശം ഒരു അത്യാവശ്യം ഏകദേശം ഒരു 10-20 മെസ്സേജുകളും 31 ഷെയറുകളും ഈ 700 വ്യൂവേഴ്സൊക്കെ ആയിപ്പോയിട്ടുണ്ട്. വെരി ഗുഡ്. അപ്പം പ്രിയപ്പെട്ടവർ, ഇത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ അഫ്സൽ ഖാനെ പോലത്തെ ആളുകളൊക്കെ നമുക്ക് എപ്പോഴും കിട്ടാത്തതാണ്. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ബിസിനസ്സിൻ്റെ കാര്യത്തിലായാലും മറ്റുള്ള കാര്യങ്ങളിലൊക്കെ ആയിട്ട് വളരെ ബിസി ആയിട്ടുള്ള. ഞാനൊന്ന് ഇടപെട്ടോട്ടെ, കിട്ടാത്തതെന്ന് പറഞ്ഞാൽ വിളിക്കാത്തതുകൊണ്ടാണ് വരാത്തത്. അല്ലല്ല അതല്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഈ ഒരുപാട് വിശേഷങ്ങൾ അറിയുന്നതിൽ കൊണ്ട് ഇതിലേക്ക് നോക്കാൻ വിട്ടുപോയതാണ്. കാരണം അത് എന്താ പറയുക, നമ്മളോടുള്ള സ്നേഹമാണ്. അതെ അതെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. നമ്മൾ ഈ പ്രോഗ്രാമിനോടുള്ള അതെ എന്താണ് പറയുക, ആ ഒരു ഐക്യദാർഢ്യം എന്ന് വേണമെങ്കിൽ പറയാം, അതിനുള്ള സ്നേഹം. ഓക്കെ. അവർ അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് പിന്നെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. നമ്മളെ കോളുകൾ ഇനിയും വരികയാണ്. അർഷൽ ഭായ് മലബാർ ഗോൾഡ്, അദ്ദേഹം ലൈനിലുണ്ട്, നമുക്ക് കണക്ട് ചെയ്യാം അല്ലേ? ഓ യെസ് ബോസ്. അർഷൽ ഭായ്. ഹായ് റാഫിക. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പറഞ്ഞോളി, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? പറഞ്ഞോളെ. ഞാൻ ഇപ്പൊ പാട്ടും പറച്ചിലും ഇന്ന് കൂടുതൽ പറച്ചിലാണ് നടക്കുന്നത്. അതെ, എനിക്ക് തോന്നുന്നത് അതെ അതെ അതെ, ഒരുപാട് കാര്യങ്ങൾ പറച്ചിൽ മാത്രമേ നടക്കുള്ളൂ. അഫ്സൽ ഖാനെ കണ്ടപ്പോ ഒന്ന് കേറി നോക്കാന്നുണ്ടായിരുന്നു, അതുകൊണ്ടാണ്. നല്ലൊരു പരിപാടിയാണ്. ഇപ്പൊ ഇത്ര നേരം ലൈവില് കണ്ടു. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പരിപാടിയൊക്കെ അർച്ചൽ നന്നായിട്ട് പാടും കേട്ടോ. നന്നായിട്ട് പാടും. തമിഴൊക്കെ പാടും. 2 വരി പാടിച്ചിട്ടേ വിടുള്ളൂ. നമ്മള് മലബാറിന്റെ പ്രോഗ്രാം ഒക്കെ മുമ്പ് വെക്കാറുണ്ടല്ലോ, ഇപ്പം കുറെ കാലമായിട്ട് കാണില്ലല്ലോ. ഉണ്ട്, വെക്കുന്നുണ്ട്, കാണുന്നില്ല. ഇവര് ഫുഡ് കഴിച്ച് വേഗം പോവായി. ഞങ്ങൾക്കൊരു ഇതുണ്ട്, വൈകുന്നേരം ലേറ്റ് ആവും, 12 വിളിച്ചാൽ കിട്ടില്ല. ഞാനൊരു ഓർമ്മ പങ്കുവെക്കപ്പോ, ഈ കോഴിക്കോട് ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് നമ്മുടെ സുഹൃത്ത് അന്ന് ജോലി ചെയ്തിരുന്ന ആളുകളെയും വിവാഹം ഉണ്ടാവും. അല്ല, അവരുടെ കുടുംബത്തിലൊരു വിവാഹം ഉണ്ടാകുമ്പോൾ ഞങ്ങള് തലേന്ന് രാത്രിയാണ് പോവാ. അപ്പോൾ അവിടെ ഞങ്ങളുടെ സമയം എന്ന് പറയുന്നത് തന്നെ ചിലപ്പോൾ ഒരു 11 മണിക്കൊക്കെ ശേഷമായിരിക്കും. നാട്ടിൽ 11 മണി 10 എന്ന് പറഞ്ഞാൽ വലിയ ലേറ്റ് ആണ്. അതും ഇപ്പോഴല്ല, ഞാൻ പറഞ്ഞ 2005-10 കാലഘട്ടത്തിലാണ്, 15 വർഷങ്ങൾക്ക് മുമ്പ്. അപ്പോൾ പിന്നെ ഞങ്ങൾ പോകുമ്പോൾ തന്നെ ബസ്സൊക്കെ വിളിച്ചാൽ പോവാ. അപ്പോൾ അതിൽ പോകുമ്പോൾ ഈ ശബ്ദം ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ ചില ആളുകൾ വേഷം ഇടും ഒക്കെ ചെയ്യും.
അവിടെ ചെന്ന് ഒപ്പന കളിക്കും, പലതും ചെയ്യും, പാട്ട് വെക്കും, ഡാൻസ് കളിക്കും. അപ്പോൾ ഈ രാത്രി കുറച്ച് ലേറ്റായിട്ട് ഭക്ഷണം കഴിച്ച് ഉറങ്ങാൻ പോയ ആളുകളുണ്ടാവും ഈ ചുറ്റുപാടുള്ള വീടുകളിലൊക്കെ. അതെ അതെ. അവരൊക്കെ രാത്രി പോയതിനു ശേഷം വലിയ ശബ്ദം കേട്ടിട്ട് തിരിച്ചു വരുന്നൊരു ചിലവര് ചിരിക്കും, ചില ആൾക്കാർ ഒച്ച വെക്കും, പ്രതികരിക്കും, രണ്ടും ഉണ്ടാവും. അപ്പൊ അതൊരു ഓർമ്മയെ ഇപ്പൊ പങ്കുവെക്കാണ്. അർഷലിന്റെ പാട്ട് കേൾക്കാം. അർഷൽ ഭായ്, അപ്പം അർഷൽ ഭായിന്റെ പാട്ട് വരട്ടെ. ഒരു വലുതായിട്ടൊന്നും പാടില്ല, എന്തായാലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. തീർച്ചയായിട്ടും ഒരു 2 or 4 തെറ്റുകളില്ല അല്ലേ? തെറ്റുകളില്ല, ശരി. അതാണ് ഈ ഒരു പരിപാടികൾ മാത്രമേ. അതെ അതെ. ഓക്കെ സ്റ്റാർട്ട് ചെയ്യാം. അതെ. തെന്നലും മകളേകിയോ കുഞ്ഞു തുമ്പി തമ്പുരു മീട്ടിയോ ഉള്ളിലെ മാമയിൽ നീലപ്പീലികൾ വീശിയോ പൈകിളി മലർത്തേങ്കിളി. തെന്നലും മകളേകിയോ കുഞ്ഞു തുമ്പി തമ്പുരു മീട്ടിയോ ഉള്ളിലെ മാമയിൽ നീലപ്പീലികൾ വീശിയോ പൈങ്കിളി മലർത്തേങ്കിളി. എന്റെ ഓർമ്മയിൽ പൂത്തു നിന്നൊരു മന്നമന്ദാരമേ എന്നിൽ നിന്നും പറന്നു പോയൊരു ജീവചൈതന്യമേ ആയിരം കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ എന്നിൽ നിന്നും പറന്നകന്നൊരു പൈകിളി മലർത്തേങ്കിളി പൈകിളി മലർത്തേങ്കിളി. തകർത്തിട്ടോ അർഷൽ ഭായ്, നിങ്ങൾ ഒരിക്കലും നമ്മളെ ഈ ഫ്ലോറിൽ വരണം. ഭയങ്കര പ്രത്യേകിച്ച് കോഡ്സ് അല്ലേ അടിപൊളി. അപ്പൊ അർഷൽ ഭായ് വീണ്ടും കാണാം. നന്നായിട്ട് പാടുന്നുണ്ട്. അല്ല, നിങ്ങൾ നമ്മൾ ചാൻസ് തന്നല്ലോ, നിങ്ങൾ ഇങ്ങോട്ട് വിളിക്കലിൽ നിന്ന് നമുക്ക് വലിയ സന്തോഷം. അപ്പൊ നമ്മുടെ വെബ്ജോ TV അവതരിപ്പിക്കുന്ന പാട്ടും പറച്ചിലും കാണുക, നമ്മളെ മറ്റുള്ള പ്രോഗ്രാമുകൾ കാണുക, നമ്മളെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക, എല്ലാവിധ രീതിയിലും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഷുവറായിട്ടും. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, ബൈ. चुपके चुपके रात दिन आंसू बहाना याद है. चुपके चुपके रात दिन आंसू बहाना याद है. हमको कब तक आशिकी का वो ज़माना याद है. चुपके चुपके रात दिन आंसू बहाना याद है. നമ്മുടെ പ്രിയപ്പെട്ട ഒരു പ്രേക്ഷകൻ, അദ്ദേഹം 1-2 പ്രാവശ്യം മെസ്സേജ് അയച്ചിരിക്കുകയാണ്. അതൊന്ന് പാടി 2 വരി പാടാൻ. അപ്പം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വേണ്ടി അത് പാടിയിരിക്കുകയാണ്. അതുപോലെ തന്നെ എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. നമ്മൾ പ്രവാസികളാണല്ലോ. ഇപ്പോൾ കലാകാരന്മാരായാലും നമ്മൾ നമ്മുടെ എന്താണ് ജന്മ നാട്ടിൽ നിന്ന് മറ്റൊരു സ്ഥലത്ത് പോയി ജീവിക്കുന്നതിനെയാണ് നമ്മൾ പ്രവാസം എന്ന് പറയുന്നത്. അപ്പോൾ പ്രവാസികളായ നമുക്ക് എനിക്ക് തോന്നുന്ന ഒരു നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരു പാട്ടുണ്ട്, വളരെ പഴയ പാട്ടാണ്. റാഫിയുടെ ഒരു പ്രത്യേകത, റാഫി എന്നുള്ള പേര് തന്നെ എന്താണ് പറയാ, ലോക പ്രശസ്തനായ 26,000-ലധികം പാട്ടുകൾ പാടി ചെറിയ സമയം കൊണ്ട് അതെ, അതുകൊണ്ട് തന്നെയാണ് അതൊക്കെ കറക്റ്റാണത്. അത് എത്രത്തോളം എന്നൊന്നുമല്ല. ഒരു പക്ഷേ റാഫിക്ക് പകരം
അപ്പോൾ ഗായകൻ റാഫിക്ക് പകരം മറ്റൊരു റാഫി ഒന്നുമില്ല. പക്ഷെ അതിനേക്കാൾ നല്ല പാട്ടുകാർ വേറെ ഉണ്ട്, അതെ, അത് തീർച്ചയായും, വേറെ തീർച്ചയായും. വിഷയം. കാലഘട്ടങ്ങളാണ്. ആ, ഓരോ അതെ, കാലഘട്ടത്തിൽ ഓരോ അന്നത്തെ ആളുകളുടെ. കാലഘട്ടത്തിൽ അദ്ദേഹം അപ്പോൾ ഞാൻ പറഞ്ഞേ, അത് ഞാൻ ഇടയിൽ പറഞ്ഞതാണ്. എൻ്റെ റിക്വസ്റ്റ് റാഫിയോട് ഇതാണ്, പ്രവാസികൾക്ക് വേണ്ടി അറിയുമെങ്കിൽ ഈ ചിട്ടി ആയി ഹേ എന്നുള്ള ആ ഒരു പാട്ട് അറിയുമോ എന്ന് എനിക്കറിയില്ല, നോക്കാം, ഒരു 2 വരി പാടാം. വളരെ ഒരു നൊസ്റ്റാൾജിക് ആണ് ആ പാട്ട്. चिट्ठी आई है चिट्ठी आई है, चिट्ठी आई है वतन से चिट्ठी आई है, बड़े दिनों के बाद हम बेवतनों को याद वतन की मीठी आई है, चिट्ठी आई है ചിട്ടി ആയി ഹേ. ഭയങ്കര രസകരമായ വാക്കുകൾ അതിന് ശേഷം അനുപല്ലുവിലുള്ള വാക്കുകൾ ഭാഷ മേരാ നാം ലിഖാ ഹൈ അന്തർ യേ पैगाम लिखा है ओ परदेस को जाने वाले लौट के फिर ना आने वाले, कम खाते हैं कम सोते हैं बहुत ज़्यादा हम रोते हैं चिट्ठी आई है. അഫ്സൽക്ക, നമ്മളിപ്പം ഏകദേശം എത്ര മണിക്കൂറായിട്ടുണ്ടാവും നിങ്ങളൊരു അഭിപ്രായത്തിൽ? മണിക്കൂർ കൂട്ടിയിട്ട് പറയണ്ട, ഒരു 5-10 മിനിറ്റ് ഇരുന്ന പോലെ ഫീൽ ചെയ്യുന്നുള്ളൂ. പക്ഷെ ഒരു മണിക്കൂർ കഴിഞ്ഞു. ഈ പാട്ടിന്റെ അവസാനത്തെ ആ വാക്ക് ഒരു പക്ഷെ എല്ലാവരും അർത്ഥം അറിയുന്നവരാണ്. ഇപ്പൊ റാഫി പറഞ്ഞില്ല അവസാനത്തെ വാക്ക് എന്ന് വെച്ചാൽ അല്ല, കം ഖാത്ത ഹെ കം സോത്ത ഹെ, കുറച്ച് ഭക്ഷണം കഴിക്കുന്നു കുറച്ച് ഉറങ്ങുന്നു, ബഹുത്ത് ജ്യാദ ഹം രോത്തെ, ഏറ്റവും കൂടുതൽ ഞങ്ങൾ കരയുകയാണ്. ഒരു ആവറേജ് പ്രവാസിയുടെ പ്രവാസ ജീവിതം വരച്ച് കാണിക്കുന്ന ഒരു, പ്രത്യേകിച്ച് ആദ്യ കാലഘട്ടങ്ങളിലെ ഒരു പാട്ടാണത്. പങ്കജ്ദാസ് ആണ് അത് പാടിയിരിക്കുന്നതാണ് എൻ്റെ വളരെ രസകരമായിട്ടുള്ളൊരു. തീർച്ചയായിട്ടും. അപ്പം നമുക്ക് ഏകദേശം വൈൻഡ് അപ്പ് ചെയ്യാനുള്ള ഒരു നേരമായിട്ട്, അപ്പം ഈ നമ്മളെ കുവൈറ്റിലെ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ അവർക്കൊക്കെ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നൊരു വ്യക്തിയാണ് ഈ പറഞ്ഞതിനൊക്കെ പുറമെ. അപ്പം നമ്മളുടെ കുവൈറ്റിലെ എല്ലാ പ്രവാസികളോടും, പിന്നെ വെബ്ജോർ TV എന്ന് പറഞ്ഞാൽ കുവൈറ്റിൽ മാത്രമല്ല എല്ലാ സ്ഥലങ്ങളും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നാട്ടിലൊക്കെ അടക്കം കാണുന്നുണ്ട്. അതിൻ്റെ അഭിപ്രായങ്ങളും നമ്മൾ ഈ ഓരോ പ്രോഗ്രാമിൻ്റെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ മൊത്തത്തിൽ ഉള്ള നമ്മളെ എല്ലാ പ്രേക്ഷകർക്ക് വേണ്ടി എന്താണ്? ഞാൻ ഒറ്റ വാക്കിൽ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മലയാളത്തിൻ്റെ എഴുത്തുകാരി സുഗതകുമാരിയുടെ രാത്രിമഴ എന്ന കവിതയിലെ ഒരു വാക്കുണ്ട്, രാത്രിമഴ ചുമ്മാതെ. അതെ, അതിൽ പിന്നെ എനിക്ക് ആ വാക്കുകൾ കൃത്യമായിട്ട് അറിയില്ല, പക്ഷെ എൻ്റെ ഉദ്ദേശം പറയാം. എനിക്കെല്ലാവരോടും പറയാനുള്ളത്, എവിടെയുള്ളവരോടായാലും എനിക്ക് പറയാനുള്ളത് അതാണ്. ഈ വാക്കാണത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൻ്റെ കറക്റ്റ് വാക്കായിരിക്കില്ല, തെറ്റാം, പക്ഷേ ഇതാണ് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആരോ പറഞ്ഞു മുറിച്ചു മാറ്റാം കേടുവന്നൊരവയവത്തെ, ആരോ പറഞ്ഞു മുറിച്ചു മാറ്റാം കേടുവന്നൊരവയവത്തെ, എന്നാൽ കൊടും കേടു ബാധിച്ചൊരൻ മനസ്സിനെയോ മുറിച്ചു മാറ്റാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ നമ്മുടെ മനസ്സുകൾ കേട് വരാതെ സൂക്ഷിക്കുക, സ്നേഹിക്കുക, പരസ്പരം സഹകരിക്കുക, അവിടെയാണ് നമുക്ക് വിജയം. നമ്മുടെ മറ്റ് ഭൗതിക സമ്പത്തോ മറ്റു കാര്യങ്ങളൊക്കെ വേണ്ടെന്നല്ല, പക്ഷെ അതിൽ കൂടുതൽ നമുക്ക് ഈ ചെറിയ ജീവിതത്തിൽ സന്തോഷം നൽകുന്നത് മറ്റു പലതുമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ശരീരത്തിലുള്ള കൊച്ചു മനസ്സിനെ എപ്പോഴും എന്താണ് പറയുക, കേടുവരാതെ സൂക്ഷിക്കുക, അന്യനെ സ്നേഹിക്കാനുള്ള, അന്യനായിക്കൊണ്ട് തന്നെ അവനുള്ള എല്ലാ എന്താണ് പറയുക വൈവിധ്യങ്ങളുമായിട്ട് പറയാം. നമുക്ക് ഒരിക്കലും അതൊരു വേർതിരിവായിട്ട് കാണാതെ
അതൊരു വൈവിധ്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് ചുറ്റിലും പല പ്രശ്നങ്ങളും നടന്നുകൊണ്ടിരിക്കുമ്പോൾ സ്നേഹമാകുന്ന ആ സ്നേഹം കൊണ്ട് മാത്രമേ ഇതിനൊക്കെ കീഴടക്കാനും ഈ കത്തി നിൽക്കുന്ന ഈ തീയിനെ അണയ്ക്കാനും സാധിക്കുകയുള്ളൂ. അതെ, അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ മനസ്സിനെ ശുദ്ധിയായിട്ട് നന്നായിട്ട് സൂക്ഷിക്കുക. പിന്നെ ഇപ്പം ഞാൻ മലബാർ ഗോൾഡിന് ഒരു നമ്മുടെ പരസ്യവാചകമുണ്ട്. എന്താണ് ഇപ്പം സാധാരണ ഉപയോഗിക്കുന്നൊരു വാക്കുണ്ട്, സെലിബ്രേറ്റ് ദ ബ്യൂട്ടി ഓഫ് ലൈഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന അവസരങ്ങളൊക്കെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുക, നമുക്ക് കഴിയുന്ന രീതിയിൽ ഓരോ നിമിഷവും നമ്മൾ നഷ്ടപ്പെടുത്താതിരിക്കുക, സന്തോഷിക്കുക. ഒരിക്കലും അത് സന്തോഷത്തിന് പുതിയ അർത്ഥങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. വളരെ എന്താണ് പറയുക, നല്ല രീതിയിൽ, മാന്യമായ രീതിയിൽ. തീർച്ചയായിട്ടും. അപ്പം ഞാൻ നേരത്തെ സേഡായിട്ടുള്ള പാട്ടുകളോടാണ് ഇഷ്ടം എന്ന് എനിക്ക് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ ഫസ്റ്റ് വന്ന ഒരു പാട്ട് മനസ്സിലപ്പം സാഡിൻ്റെ ഒരു അതെ ഒരു എന്താണ് പറയുക, ഒരു വലിയ ട്രെയിലർ തന്നെ ഉണ്ട്. അതെ, അപ്പോൾ തീർച്ചയായിട്ടും അപ്പം ആ ഒരു ഗാനത്തോടു കൂടി നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. തീർച്ചയായിട്ടും. അപ്പം അത് മാത്രമല്ല, നമ്മുടെ ഈ ഷോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രണയമില്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. ഇല്ല, പ്രണയം നഷ്ടപ്പെട്ടതും അതുപോലെ തന്നെ എല്ലാവർക്കും നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടാവില്ല. നേടിയെടുത്തിട്ടുണ്ടെങ്കിൽ പോലും കുറേ കാലം മുന്നോട്ട് ജീവിക്കുന്ന സമയത്ത് ആ സെയിം പ്രണയം നഷ്ടപ്പെട്ട വ്യക്തികളുണ്ടാവും. പക്ഷേ അവർ ഒരു യന്ത്രം പോലെ ജീവിക്കുന്നുണ്ടാവും ഒരുമിച്ച്. അപ്പം അവർക്കൊക്കെ വേണ്ടി ഈ ഗാനം ഡെഡിക്കേറ്റ് ചെയ്യാണ്. അതുമാത്രമല്ല, നമ്മളെ ഇപ്പം ഇന്നലെ നമ്മളെ സ്റ്റുഡിയോ നിന്നും 2 ദിവസം മുമ്പേ നമുക്ക് വരുന്നത് ആരാണ്, ഗസ്റ്റ് ആരാണെന്ന് ചോദിച്ചപ്പോൾ ഇന്ന ആളാണ്, അഫ്സൽ ഖാനാണ്, മലബാർ അഫ്സൽ ഖാനാണെന്ന് പറഞ്ഞപ്പോൾ വളരെ സന്തോഷമാണ് തോന്നിയിട്ടുള്ളത്. കാരണം എന്താ വെച്ചാൽ നമ്മളെ ഏതെങ്കിലും ഒരു സമയത്ത് നമ്മൾ പിറകോട്ട് ഇരിക്കുന്ന സമയങ്ങളിൽ നമ്മൾ ആഗ്രഹിച്ച ഒരു മീറ്റപ്പാണിത്. അതെ, നമ്മൾ കുറച്ച് മുമ്പ് സംസാരിച്ചു തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ ബാങ്കാരനായിരിക്കും ഇങ്ങനെ. അതെ അതെ. അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം കീബോർഡൊക്കെ ആയിട്ട് വരുന്നതാണ്. നമ്മൾ പാടുന്നത് കോഡ്സ് വെച്ചിട്ട് ഒക്കെ പാടുന്നതാണ്. അപ്പം പ്രിയപ്പെട്ട വെബ്ജോർ ടി വിയുടെ പാട്ടും പറച്ചിലും എന്ന നമ്മളെ പ്രേക്ഷകരും വെബ്ജോർ ടി വിയുടെ പ്രേക്ഷകർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. നല്ലൊരു വീക്കെൻഡ് നേരുന്നു. നിങ്ങളുടെ അകമഴിഞ്ഞ സപ്പോർട്ടുകൾ എല്ലാ പ്രോഗ്രാമിനും തരണമെന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഈ ഗാനം നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണം. സുമംഗലി നീയോർമ്മിക്കുമോ സ്വപ്നത്തിലെങ്കിലും ഈ ഗാനം, സുമംഗലി നീയോർമ്മിക്കുമോ സ്വപ്നത്തിലെങ്കിലും ഈ ഗാനം, ഒരു ഗൽഗതമായി മനസ്സിലലിയും ഒരു പ്രേമ കഥയിലെ ദുഃഖഗാനം, സുമംഗലി നീയോർമ്മിക്കുമോ സ്വപ്നത്തിലെങ്കിലും ഈ ഗാനം. അപ്പോൾ ദാസേട്ടൻ അതിമനോഹരമായി പാടിയ വികാരം അങ്ങ് പാടി മലയാളികൾക്ക് സമ്മാനിച്ചൊരു പാട്ടാണ്. തീർച്ചയായിട്ടും. അപ്പോൾ ഈ പാട്ടിൻ്റെ അപ്പുറത്തേക്ക് ഇനി ഒരു ശുഭരാത്രി സുഖനിദ്രയില്ല. എന്നിരുന്നാലും എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും അടുത്ത ആഴ്ച കാണാം. പുതിയ ഗസ്റ്റുമായിട്ട് വരുന്നതാണ്. അപ്പോൾ എല്ലാവിധ ആശംസകളും. ഗുഡ് നൈറ്റ്. താങ്ക് യു. ഗുഡ് നൈറ്റ്. താങ്ക് യു വെബ്ജോർ TV.